السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട പ്രാമാണികമായ ഒരു പഠനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പലതരത്തിലുള്ള പുസ്തകങ്ങളും അതുപോലെ തന്നെ ക്ലാസുകളുമൊക്കെ വായിക്കുകയും കേൾക്കുകയും ചെയ്താണ് ആളുകൾ ഹജ്ജിനും ഉംറക്കും പോകുന്നത്. ഇവയിൽ പലതും ഖുർആനും സുന്നത്തും അനുസരിച്ച് കൃത്യമായ സ്വഹീഹായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുകയോ എഴുതുകയോ ചെയ്യുന്ന കാര്യങ്ങളല്ല. അപൂർവമായി ചില ഗ്രന്ഥങ്ങൾ, ചില ക്ലാസുകളുമൊക്കെ നമുക്ക് അങ്ങനെ കേൾക്കാൻ സാധിക്കും. സാധാരണ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളും ഇവിടെ പരാമർശിക്കുകയില്ല. കാരണം ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ പറയുക, അതല്ലാതെ സാധാരണ കണ്ടുവരുന്ന തെറ്റായ ചില കാര്യങ്ങൾ കൂട്ടത്തിൽ പരാമർശിക്കുമെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഹജ്ജ് ഉംറ എന്ന് പറയുന്നത് എങ്ങനെ നിർവഹിക്കും, എങ്ങനെ ഞാൻ ഇതൊക്കെ പഠിച്ചുണ്ടാക്കും എന്ന് ഭയപ്പെടേണ്ടുന്ന ഒരു കാര്യമല്ല. വളരെ ലളിതമായ ഒരു വിഷയമാണ് അല്പം നമ്മൾ ശ്രദ്ധിച്ചാൽ. ആ നിലക്കാണ് ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഒന്നും വിട്ടുപോകാതെ, തെറ്റുകൾ സംഭവിക്കാതെ ഇത് അവതരിപ്പിക്കാനുള്ള തൗഫീഖിനായി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറയാനും കേട്ട് മനസ്സിലാക്കി പഠിച്ച് പ്രാവർത്തികമാക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിവിടെ തുടങ്ങുന്നത് ഹജ്ജിനും ഉംറക്കും മുമ്പ് മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ഇത് സാധാരണഗതിയിൽ ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട കിതാബുകളിലൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതനുസരിച്ചാണ് ഞാനും ഇവിടെ ഈ കാര്യം പറയുന്നത്. ഇതിൽ പലതും പ്രത്യേകിച്ച് ഹജ്ജോ ഉംറയോ ആയി ബന്ധപ്പെട്ടതല്ല, മറിച്ച് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സാധാരണ ഉണ്ടായിരിക്കേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ ഹജ്ജിന്റെയും ഉംറയുടെയും കൂടെ ഇത് എന്തുകൊണ്ട് പരാമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ, വളരെ നിർബന്ധമായ ഇസ്ലാം കാര്യങ്ങളിൽ എണ്ണപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഹജ്ജ്. അതേപോലെ രണ്ട് വീക്ഷണങ്ങളിൽ നിർബന്ധമാണ് എന്ന് പല പണ്ഡിതന്മാരും തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഉംറ. ഈ രണ്ട് കാര്യങ്ങളും ഏറ്റവും കറകളഞ്ഞ മനസ്സോടുകൂടി, വിശ്വാസത്തോടുകൂടി, ശുദ്ധമായ ഹൃദയത്തോടുകൂടി നിർവഹിക്കുക എന്ന നിലക്ക് ഇവയുടെ മുന്നേ ഒരു വിശ്വാസി അവൻ മാനസികമായി ശുദ്ധിയുള്ളവനായിത്തീരണം, ആളുകളുടെ ശത്രുതയും പകയും ഒന്നും ഇല്ലാത്തവനായി, അതുപോലെ സാമ്പത്തികമായ ശുദ്ധീകരണം ഇതൊക്കെ നടത്തിയാകണം ഈ മഹത്തായ കർമ്മത്തിന് പോകേണ്ടത് എന്നതുകൊണ്ടാണ് ഇനി പറയുന്ന കാര്യങ്ങൾ ഉണർത്തുന്നത്. ഒന്ന്, ചെറുതും വലുതുമായ പല പാപങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടാകും. പാപം ചെയ്യാത്തവരായി ആരുമുണ്ടാവുകയില്ല. പ്രവാചകന്മാർക്ക് പോലും ചെറിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്, തിരുത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ തിരുത്തപ്പെടുന്നവരോ അല്ലെങ്കിൽ തിരുത്തപ്പെട്ടവരോ പൊറുക്കപ്പെട്ടവരോ അല്ല. അതുകൊണ്ട് തന്നെ എല്ലാത്തരം തെറ്റുകുറ്റങ്ങളിൽ നിന്നും പശ്ചാത്തപിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം, തൗബ. രണ്ടാമത്തേത്, അതിനോടൊപ്പം ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെ സംബന്ധിച്ചുള്ള ഖേദപ്രകടനവും. ഇനി അത്തരമൊരു കാര്യങ്ങൾ ചെയ്യുകയില്ല എന്ന തൗബയുടെ ഭാഗമായി തന്നെ എണ്ണുന്ന അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്ന കാര്യം. അതായത് ഒരു കുറ്റബോധം നമുക്കുണ്ടാകണം, ആ കുറ്റത്തിൽ നിന്ന് മുക്തമാകണം എന്ന ഒരു ലക്ഷ്യവും നമുക്കുണ്ടാകണം. മൂന്ന്, അമാനത്തുകൾ നിർവഹിക്കുക എന്നതാണ്. നമ്മൾ ആർക്കെങ്കിലും കൊടുക്കാനുള്ള കാര്യങ്ങൾ, ആരെങ്കിലും നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടതുള്ളവ, അതുപോലെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട അമാനത്തുകൾ. അമാനത്ത് രണ്ട് നിലക്കുണ്ടാവും, അള്ളാഹുമായി ബന്ധപ്പെട്ടതുണ്ട്, മനുഷ്യരുമായി ബന്ധപ്പെട്ടതുണ്ട്. ഇത് രണ്ടായിരുന്നാലും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് അമാനത്തുകൾ അതിന്റെ ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണം എന്ന കാര്യം ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരു യാത്രയാണ്, എപ്പോഴും മരണം വരാം. എന്നാൽ യാത്രയാണ്, ഹജ്ജാണ് അല്ലെങ്കിൽ ഉംറയാണ്, ഇനി അപകടമോ മറ്റു വല്ല കാര്യങ്ങളോ അങ്ങനെ മരണം സംഭവിച്ചാൽ നമ്മുടെ ഈ അമാനത്തുകൾ നമ്മുടെ കയ്യിൽ ബാക്കിയായി നാം മരിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകരുത്. അപ്പൊ നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ, അത് വാക്കായാലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായാലും
സാമ്പത്തികമായ കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും അതിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് നാം നിർവഹിക്കേണ്ടതുണ്ട്. 4 വസിയ്യത്ത്. ഇതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. മരണം ആസന്നമായാൽ അവിടെ നിങ്ങൾ വസിയത്ത്, സമ്പത്തിന്റെ കാര്യത്തിൽ വസിയത്ത് ചെയ്യണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മരിക്കാൻ പോകല്ല, പക്ഷെ ഒരു യാത്രയാണ്. അതുകൊണ്ട് കുടുംബത്തിലെ ഏതെങ്കിലും ആളുകൾക്ക്, അനന്തരാവകാശികൾക്ക് വസിയത്തില്ല, മാതാപിതാക്കൾക്ക് വസിയത്ത് നൽകേണ്ടുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് അമുസ്ലിങ്ങളായ മാതാപിതാക്കൾ ഉണ്ട് എങ്കിൽ അവർക്ക് സ്വത്തിന് അർഹത ഉണ്ടാവുകയില്ല. ഇങ്ങനെയുള്ള ഏതെങ്കിലും വസിയത്ത് ചെയ്യേണ്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് സ്വത്തിന്റെ കാര്യത്തിൽ വസിയത്ത് അത് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ പറയുക സാക്ഷികൾ മുഖേന. ഇനി എഴുത്താണെങ്കിലും സാക്ഷികൾ ഉണ്ടാവുക. അങ്ങനെ വസിയത്ത് നിർവഹിക്കുക, സാമ്പത്തികമായ വസിയത്തുകൾ. 5-ാമത്തേത്, ഇതല്ലാതെ കുടുംബത്തോടും, ഭാര്യ, അതുപോലെ തന്നെ മക്കൾ, സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, തന്റെ ബാധ്യതയിൽപ്പെട്ട ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളോട് ഹജ്ജിനായിരുന്നാലും ഉംറക്കായാലും പോകുമ്പോൾ നടത്തേണ്ടുന്ന മതപരമായ വസിയത്ത്, അള്ളാഹുവിനെ സൂക്ഷിക്കുവാൻ, വീടും സ്വത്തും സംരക്ഷിക്കുവാൻ, അത് പാഴാക്കി കളയാതിരിക്കാൻ, അതുപോലെ തന്നെ താൻ ഇഷ്ടപ്പെടാത്ത ആളുകളെ നമ്മളില്ലാത്ത സന്ദർഭത്തിൽ നമ്മുടെ വീട്ടിൽ പ്രവേശിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കളോടും കുടുംബത്തോടും ഉപദേശിക്കേണ്ടതുണ്ട്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ബാപ്പ അല്ലെങ്കിൽ ഉമ്മ വീട്ടിലില്ല, ഹജ്ജിന് ഉംറക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ മക്കൾ വേണ്ടാത്തരങ്ങൾ വീട്ടിൽ വെച്ച് നടത്തും. പാപ്പക്കും ഉമ്മക്കും ഇഷ്ടമില്ല എന്ന് മാത്രമല്ല, അവർ ശക്തമായി എതിർക്കുന്ന ആളുകളെ വീട്ടിലേക്ക് കൊണ്ടുവരാം. ഒരുപക്ഷെ പെൺകുട്ടി അന്യ പുരുഷനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തും, ആൺകുട്ടികൾ അന്യ സ്ത്രീകളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തും. അവർക്ക് ഇഷ്ടമില്ലാത്ത, മാതാപിതാക്കൾക്ക് വെറുപ്പുള്ള ആളുകളെ, സാധാരണ വീട്ടിൽ കൊണ്ടുവരാത്ത ആളുകളെ വീട്ടിൽ കൊണ്ടുവരും, ദുസ്വഭാവികളായ ആളുകളെ വീട്ടിൽ കൊണ്ടുവരും. അപ്പൊ ഇതൊന്നും ചെയ്യരുത് മക്കളെ എന്ന് മക്കളോട് പറയണം, അടുത്ത ബന്ധുക്കളോട് പറയണം. ഭർത്താവ് പോകുന്നുവെങ്കിൽ ഭാര്യയോട് പറയണം. അതുപോലെ തന്നെ ഭാര്യ പോകുകയാണെങ്കിൽ ഭർത്താവിനെയും മക്കളെയും ഉപദേശിക്കാം. ദീൻ നിലനിർത്തുവാൻ, തഖ്വയനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യം, അത് സമ്പത്തിന്റെ വിഷയത്തിലാണെങ്കിലും മറ്റു വിഷയത്തിലെ ഏത് മേഖലയിലാണെങ്കിലും ദീനിന്റെ കാര്യങ്ങൾ പാലിക്കാനുള്ള വസിയത്ത് നടത്തണം. 6, മാതാപിതാക്കളോട് സമ്മതം ചോദിക്കുക എന്ന് പറഞ്ഞാൽ, പ്രായം ചെന്ന മാതാപിതാക്കളാണെങ്കിൽ അവരോട് അനുവാദം ചോദിക്കണം. യുദ്ധത്തിന് പോലും പ്രായം ചെന്ന പരിചരണം ആവശ്യമുള്ള മാതാപിതാക്കളുണ്ടെങ്കിൽ നബി അവരെ പരിചരിക്കാനാണ് പറഞ്ഞത്, യുദ്ധത്തിന് പോകാനല്ല. അപ്പോ നമ്മുടെ സാന്നിധ്യം ആവശ്യമുള്ള രോഗികളായ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ, ഇനി നമ്മുടെ വീട്ടിലല്ല വേറെ വീടുകളിലുണ്ട്, അവിടെ നോക്കാൻ ആളുകളില്ല, നമ്മളാണ് അവിടെ അവരെ പരിപാലിക്കുന്നത്, പോയി കുളിപ്പിച്ചു കൊടുക്കുന്നത്, മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ അവരോട് പറയണം, ഞാൻ ഹജ്ജിനും ഉംറക്കും പോവുകയാണ്. അവർ സമ്മതം നൽകിയാൽ നമുക്ക് പോകാം. അതല്ല, മകനെ നീ പോകരുത്, നിന്റെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്, നിന്റെ പരിപാലനം എനിക്ക് ആവശ്യമാണ്, നീ പോയാൽ എന്നെ നോക്കാൻ വേറെ മക്കളുണ്ടെങ്കിലും അവർ നോക്കിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ അവരിൽ അദ്ദേഹത്തിന് പ്രതീക്ഷയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ പറഞ്ഞാൽ ഹജ്ജ് ഉംറ എന്ന ബാധ്യത അയാൾ മാറ്റിവെക്കണം. കാരണം ഇവിടെ മാതാപിതാക്കളെ പരിചരിക്കുക എന്നത് വളരെ അനിവാര്യമായ ഒരു ബാധ്യതയാണ്. അതുകൊണ്ടാണ് പ്രായമെത്തിയ, നമ്മുടെ സാന്നിധ്യവും പരിചരണവും ആവശ്യമുള്ള മാതാപിതാക്കളുടെ അനുവാദം ചോദിക്കണം എന്ന് പറയുന്നത്. അതേപോലെ ഭാര്യ ഹജ്ജിനോ ഉംറക്കോ പോകുന്നു, ഭർത്താവിനോട് അനുവാദം ചോദിക്കണം എന്ന് പറഞ്ഞാൽ മഹറമില്ലാതെ പോകാം എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. ഭാര്യയ്ക്ക് അവരുടേതായ ഭർത്താവല്ലാത്ത മറ്റാരെങ്കിലും മഹറമുണ്ട്, അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഭർത്താവിന്റെ അനുവാദം ചോദിക്കണം. ഇനി നിർബന്ധമായ ഉംറയോ നിർബന്ധമായ ഹജ്ജോ അത് ഭർത്താവ് ന്യായമായ കാരണങ്ങളില്ലാതെ തടയുകയാണെങ്കിൽ പിന്നെ അവിടെ ഭർത്താവിന്റെ അനുവാദത്തിന് കാത്തു നിൽക്കേണ്ടതില്ല. 7, കുടുംബത്തിന്റെ പോയി തിരിച്ചു വരുന്നത് വരെയുള്ള ചെലവാണ്. നമ്മൾ പോകുമ്പോൾ നമ്മുടെ വീട്ടുകാർ പട്ടിണിയിലാകാൻ പാടില്ല. നാം ചെലവിന് കൊടുക്കൽ ബാധ്യതയുള്ള ഭാര്യ, മക്കൾ, ഇനി സാമ്പത്തികമായ ശേഷിയില്ലാത്ത മാതാപിതാക്കളാണെങ്കിൽ അവർക്ക് ചെലവിന് കൊടുക്കണം. അപ്പൊ ഇതിനുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുക്കി വെച്ച് അത് അവരെ ഏൽപ്പിച്ച്, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നതാണെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തത്തോടു കൂടി അത് പറഞ്ഞേൽപ്പിച്ച്, അങ്ങനെ ഏത് രീതിയിലാണോ ആ കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഹക്കിൽപ്പെട്ടതാണ്, ബാധ്യതയിൽപ്പെട്ടതാണ്. 8, ഹലാലായ സമ്പാദ്യമാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത് എപ്പോഴാണെങ്കിലും. എന്നാൽ ഹജ്ജിനും ഉംറക്കും അത് അത്തരം ഹറാമുകൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക, അതിൽ നിന്ന് മുക്തമാവുക. ആളുകൾ കട്ടെടുത്തതോ പിടിച്ചെടുത്തതോ അന്യായമായി കൈക്കലാക്കിയതുണ്ടെങ്കിൽ അതവർക്ക് തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണെങ്കിൽ അതിന് വേറെ ചില പരിഹാര മാർഗങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൽ നിന്ന് ഒഴിവാവുക. ഇങ്ങനെ ശുദ്ധമായ ധനവുമായിട്ടാണ് ഹജ്ജിന് പോകേണ്ടത്. സക്കാത്ത് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തു വിടണം, കടം വാങ്ങിയതുണ്ടെങ്കിൽ കടം കൊടുത്തു വിടണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇനി കടമുള്ളവൻ ഹജ്ജിന് പോകാൻ പറ്റുമെന്നുള്ളത് വേറെ വിശദീകരിക്കുന്നുണ്ട്. 9, ഉംറക്കും ഹജ്ജിനും പോകുമ്പോൾ
നല്ല കൂട്ടുകാരെ, സ്വാലിഹീങ്ങളായ അതുപോലെ തന്നെ മുത്തക്കികളായ വിവരമുള്ള ആളുകളെയാണ് നമ്മുടെ കൂട്ടുകാരായി നാം തെരഞ്ഞെടുക്കേണ്ടത്. പലപ്പോഴും നമ്മളൊക്കെ തന്നെ ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോൾ ആദ്യം അന്വേഷിക്കുന്ന ഏറ്റവും പൈസ കുറഞ്ഞ ഗ്രൂപ്പ് ഏതാണ്. ചില ആളുകൾ അതാ തേടുക. 1000 രൂപയെങ്കിൽ 1000 രൂപ കുറഞ്ഞ ഗ്രൂപ്പ് ഏതാണ്, ആ ഗ്രൂപ്പിൽ പോകണം. കാരണം പൈസ കുറയാൻ നോക്കുക. ആ ഗ്രൂപ്പ് ഷിർക്കിന്റെ ഗ്രൂപ്പാണോ വിദേഹത്തിന്റെ ഗ്രൂപ്പാണോ, ഷിർക്കുണ്ടായാലും വിദേഹത്തുണ്ടായാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവരാണോ, നല്ല അമീറുണ്ടോ, അതുപോലെ തന്നെ നല്ല സലഫിയത്തനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സൗകര്യമുള്ള അത് പഠിപ്പിച്ചു തരുന്ന അങ്ങനെയുള്ള ഗ്രൂപ്പാണോ, ഇതൊന്നും പല ആളുകളും നോക്കൂല. എന്നിട്ട് ചില ഷിർക്കിന്റെ വെറും ഖുറാഫാത്തിന്റെ ഗ്രൂപ്പുകളിൽ പോകുന്ന തൗഹീദുള്ള പലരെയും നമുക്ക് കാണാം. ഹജ്ജിന് പോലും പോയ ആളുകളുണ്ട് വെറും ഖുറാഫികളുടെ സമസ്തക്കാരുടെ അല്ലെങ്കിൽ ഷിർക്ക് വിദേഹത്തിന്റെ ആളുകളുടെ കൂട്ടത്തിൽ പോകുന്നു. എന്തിനാണ് ഇയാൾ ഈ പൈസ മുടക്കി അത്തരം ഗ്രൂപ്പുകളിൽ പോകുന്നത്? അവിടെ നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് നല്ല മനുഷ്യന്മാരുടെ കൂടെ. നല്ല മനുഷ്യന്മാരാ തൗഹീദുള്ളവരാണ് ഏറ്റവും നല്ല ആളുകൾ. അതുപോലെ തന്നെ തൗഹീദ് ഉണ്ടായാൽ മാത്രം പോരാ, നല്ല അമലും വിശ്വാസവും അതനുസരിച്ചുള്ള പ്രവർത്തനവും ഉള്ള ആളുകൾ. അതോടൊപ്പം വിവരമുള്ളവരും വിവരമില്ലാത്തവരും ഉണ്ടാകും. അപ്പൊ ഒരു ടൂർ അടിക്കാൻ പോകല്ല, മറിച്ച് ഹജ്ജ് ഉംറയും നിർവഹിക്കാൻ പോകണം. നമുക്കറിവുണ്ടാകണം. നമുക്കറിവ് ഇല്ലെങ്കിൽ അത് തീർത്തു തരാൻ പറ്റുന്ന, സംശയങ്ങൾ തീർത്തു തരാൻ പറ്റുന്ന, ഒന്നുകിൽ ചെയ്ത് പരിചയമുള്ള അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കിട്ടുമോ എങ്കിൽ അത്തരം ഗ്രൂപ്പുകളിൽ പോകണം. അതല്ല ഗ്രൂപ്പില്ലാതെ നമ്മൾ പോവുകയാണെങ്കിൽ ഇത്തരം കൂട്ടുകാരെ നമുക്ക് കിട്ടുമോ എന്ന് നോക്കണം. വേറെ ചില ആളുകൾ ഏറ്റവും പണം കൂടിയ ഗ്രൂപ്പാന്ന് നോക്കും. അതെന്തിനാണ്? നല്ല ഹോട്ടൽ, 3 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടൽ, അതുപോലെ തന്നെ ഹറമിന്റെ വളരെ അടുത്ത താമസം, ബാക്കി കാര്യങ്ങളൊന്നും നോട്ടല്ല. നല്ല ഭക്ഷണം, ഭക്ഷണത്തിനൊരു പരാതിയില്ലാതെ ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം നല്ല താമസം, നല്ല ഭക്ഷണം. ഒരു പരാതി ആർക്കുണ്ട്? ഇനി ഹജ്ജും ഉംറയും നഷ്ടപ്പെട്ടു പോയാലോ അല്ലെങ്കിൽ പൂർണ്ണമായും അല്ലാത്ത രീതിയിലാണ് നിർവഹിച്ചത് എങ്കിൽ പോലും ഒരു പരാതിയുണ്ട്. റാഹത്തായിരുന്നു എന്ന് പറയും. എന്താ റാഹത്ത്? താമസം റാഹത്തായിരുന്നു, ഭക്ഷണം റാഹത്തായിരുന്നു. താമസം ഭക്ഷണമൊക്കെ ഇവിടെ നടത്താം. പക്ഷെ അതല്ല നമ്മൾ നോക്കേണ്ടത്, ഞാൻ ചെയ്യുന്ന ഉംറ റാഹത്താകുന്നുണ്ടോ, ഹജ്ജ് റാഹത്താകുന്നുണ്ടോ. അപ്പൊ അതിന് ഇത്തരം കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുക്കണം. വേറെ ചില ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളാവും, പക്ഷെ അവന് ദീനി ബോധമുണ്ടാകണമെന്നില്ല, ദീൻ തന്നെ മുഴുവനായി അംഗീകരിക്കണമെന്നില്ല. ചിലപ്പോ ബുദ്ധിക്കൊത്തത് മാത്രം സ്വീകരിക്കുന്നവനാകാം. മതത്തിന്റെ സ്ഥിരപ്പെട്ട ചില കാര്യങ്ങളെ തന്നെ അവൻ പരിഹസിക്കുന്നവനോ അല്ലെങ്കിൽ നമ്മളിൽ കൂടി അവന്റെ ചൊറിച്ചിലും സംശയവും സൃഷ്ടിക്കുന്നവനോ ആയേക്കാം. അപ്പൊ അത്തരം ആളുകളാകരുത്. നല്ല സുഹൃത്തുക്കളെയാണ് നമ്മൾ ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോൾ നമ്മുടെ സഹയാത്രികരായി, അത് ഗ്രൂപ്പിലാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ കൂട്ടാൻ ശ്രമിക്കേണ്ടത്. ഇങ്ങനെ പോയ പല ആളുകളുണ്ട്, അബദ്ധങ്ങൾ സംഭവിച്ചവരുണ്ട്. കാരണം എന്താ? അവരെ കൂടി തിരുത്താൻ പറ്റിയ ആളുകൾ കൂടെ അല്ല പോയത്, ഇവനെ കൂടി ചീത്തയാക്കാൻ പറ്റുന്ന ആളുകൾ കൂടെയാണ് പോയത്. ഇത് നമ്മുടെ അവസരം നഷ്ടപ്പെടുന്നു, പണം നഷ്ടപ്പെടുന്നു, അമല് സഹിഹല്ലാതെ പോകുന്നു. ഇതിനേക്കാൾ വലിയ നഷ്ടം വേറല്ല. 10 ഹജ്ജിന്റെയും ഉംറയുടെയും കർമ്മങ്ങൾ പഠിക്കുക എന്നതാണ്. സാധാരണ ഹജ്ജ് ഉംറ പുസ്തകങ്ങൾക്ക് മനാസിക്കുൽ ഹജ്ജ്, മനാസിക്കുൽ ഉംറ എന്നൊക്കെ പറയും. അങ്ങനെയുള്ള നല്ല കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കപ്പെടുന്ന പുസ്തകങ്ങൾ വായിച്ചോ കേട്ടോ ഇത് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ പ്രാർത്ഥനകളെ അതിലുള്ളൂ. നമുക്ക് സാധാരണ അറിയുന്നതല്ലാത്ത ഒരു പ്രാർത്ഥനയും ഹജ്ജിലും ഉംറയിലുമില്ല. ഒരു വരി അല്ലെങ്കിൽ 2 വരി എന്ന് പറയാം, ആകെ അത്രേ നമ്മൾ സാധാരണ അറിയാത്തതായി പഠിക്കേണ്ടതുള്ളൂ. അതെങ്കിലും പഠിക്കണം. അതിന്റെ അപ്പുറത്തുള്ളത് വേറെ പഠിക്കാം. ഈ നിർബന്ധമായ ഇതെങ്കിലും പഠിക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല, ദിക്റുകൾ ചെല്ലാൻ കഴിയില്ല, കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അമീർ കൂടെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് അമീറിനെ തവക്കുലാക്കിയിട്ട് പോണ്ട. പ്രത്യേകിച്ച് ഹജ്ജിന് ഗവൺമെന്റ് ഗ്രൂപ്പിൽ പോകുന്ന ആളുകൾ. എന്നാൽ സ്വകാര്യ ഗ്രൂപ്പിൽ പോകുന്ന ആളുകളാണെങ്കിൽ അതിൽ പറഞ്ഞുതരാൻ മൗലവി ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ആളുകൾ ഉണ്ടാവും, വിവരമുള്ള ആളുകൾ ഉണ്ടാവും. ഈ ഒരു സൗകര്യം സർക്കാർ ഹജ്ജ് ഗ്രൂപ്പിൽ ലഭിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കണം. ഹജ്ജ് എന്ന് മാത്രമല്ല ഏതൊരു കർമ്മവും. ഇപ്പൊ ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഒരു ഹെഡിങ് കാണാം, അധ്യായം അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ. പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് വിവരമുണ്ടാകണം. അപ്പൊ നമ്മളൊരു കാര്യം പറയാൻ, ദിക്റ് ദുആ, അത് പറയുന്നതിന് മുമ്പ് എന്തുണ്ടാകണം? അറിയണം. എന്താണ് ദിക്റ്, എന്താണ് ദുആ, അതിൽ സ്വഹീഹായത് ഏതാണ്, ലൈഫായത് ഏതാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആദ്യം പറയുന്നതിന്റെ മുമ്പ് വിവരം ഉണ്ടാകണം. പ്രവൃത്തി അങ്ങനെ തന്നെ. എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, അത് സ്വഹീഹാവുന്ന കാര്യങ്ങൾ ഇത്, ബാത്തിലായി പോകുന്ന കാര്യങ്ങൾ ഇത്, തകരാറുകൾ സംഭവിക്കുന്ന വിഷയങ്ങൾ ഇത്, തകരാറുണ്ടായാലുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പ്രാഥമികമായ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും ബാധ്യതയാണ് എന്നതാണ്. അത് മൗലവിമാർക്കോ നേതാക്കന്മാർക്കോ വിട്ടുകൊടുക്കേണ്ട സംഗതിയല്ല. നമസ്കാരത്തിന്റെ വിഷയം, ഹജ്ജിന്റെ വിഷയം, അങ്ങനെ നമ്മൾ ചെയ്യേണ്ടുന്ന വ്യക്തിപരമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് നമ്മൾ സ്വയം പഠിക്കണം. ഇതുപോലെ നമസ്കരിക്കൽ നമ്മുടെ ബാധ്യതയാണ്, പള്ളി കമ്മിറ്റിയുടെ ബാധ്യതയല്ല, നാട്ടുകാരെ ബാധ്യതയല്ല, ഓരോരുത്തരുടെയും ബാധ്യതയാണ്.
അതുപോലെ നാം ഒരു അമല് എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ സ്വയം പഠിക്കണം. അത് ആരെങ്കിലും പഠിച്ചാൽ പോരാ. അതേപോലെ ഇവിടെ ഹജ്ജും ഉംറയും നമ്മൾ പഠിക്കണം. എന്ത് അമലാണ്, എന്ത് ഖൗലാണ്, വാക്കാണ്, പ്രാർത്ഥനയാണ്, ദിക്റാണ് എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ജിഹാദിൽ പെട്ടതാണ് ഇൽമ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? ജിഹാദ്, യുദ്ധം ചെയ്യാൻ പോകുന്ന, ജിഹാദ് നടത്താൻ പോകുന്ന ഒരാൾ ജിഹാദ് പഠിക്കുന്നതിന് മുമ്പ് ജിഹാദ് എന്താണ്, ജിഹാദ് എപ്പോഴാണ്, ജിഹാദ് ആരോടാണ് നടത്തേണ്ടത് എന്ന വിവരമാണ് അവൻ ആദ്യം പഠിക്കേണ്ടത്. ആ വിവരം നേടിയതിനു ശേഷമാണ് ജിഹാദ് എന്ന കർമ്മത്തിന് പോകേണ്ടത്. ഇതേപോലെ ഹജ്ജും ഉംറയും ആദ്യം അത് പഠിക്കണം, പിന്നെ അത് പ്രാവർത്തികമാക്കണം. അതുകൊണ്ട് തന്നെ ജിഹാദിൽ പെട്ടതാണ് ഇൽമ്. കാരണം അതാണ് അടിസ്ഥാനം എന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമിനെ പോലെയുള്ള പണ്ഡിതന്മാരും മറ്റു പലരും അത് വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. ഏത് കാര്യവും നമ്മൾ ഖുർആനും സുന്നത്തും അനുസരിച്ചാണ് ചെയ്യേണ്ടത്. എന്ന് ഖുർആനിൽ കാണാം. അതിന്റേതായ പ്രവർത്തനം നടത്തുക. അതിന്റേതായ പ്രവർത്തനം നടന്ന ഏതാ? അള്ളാഹുവിന്റെ പക്കൽ സ്വീകരിക്കപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതനുസരിച്ചുള്ള പ്രവൃത്തി എന്നാണ്. എന്ന അമലുകൾ സ്വീകരിക്കപ്പെടാൻ ഖുർആൻ പറഞ്ഞിട്ടുള്ള നിബന്ധനകളിൽ ഒന്നായ ഈ കാര്യത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അപ്പോ നബി ചെയ്തു കാണിച്ചതുപോലെ നമ്മൾ ചെയ്യണം ഏതൊരു അമലും. പക്ഷെ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട രണ്ട് കാര്യമാണ്. ഒന്നേതാ? നമുക്കൊക്കെ അറിയാം, നമസ്കാരം. സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നമസ്കരിക്കണം. ഇത് ഹദീസാണ്. നമുക്ക് തോന്നിയ നമസ്കരിച്ചാൽ പോരാ. ഇന്ന് നമസ്കരിക്കുന്നവരിൽ ഒരു 90% ആളുകളും മൗലവിമാരും ഇമാമുമാരും ഖുത്ബ നടത്തുന്നവരും വയല് പറയുന്നവരും അടക്കം നമസ്കരിക്കുന്നത് അവരെ നോക്കിയാൽ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ ഒരു 50% പോലും എത്തുന്നില്ല. മൗലവിമാരുടെ അടക്കം. പിന്നെ സാധാരണക്കാർ പറഞ്ഞിട്ട് ഞാൻ വെറുതെ പറഞ്ഞല്ല, നിങ്ങൾ പള്ളിയിൽ നിരൂപിച്ച് നോക്കിയാൽ മതി. അപ്പൊ നബി നിസ്കരിച്ചതുപോലെ നമസ്കരിക്കണം. ഇതേപോലെ ഹജ്ജിനെ സംബന്ധിച്ച് ഉംറയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത 1297 നമ്പർ ഹദീസിൽ കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് ചെറുപ്പക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജിന് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് നബി പുറപ്പെട്ടത് മുതൽ തിരിച്ചു വരുന്നത് വരെയുള്ള കാര്യങ്ങൾ ഒപ്പിയെടുത്ത് ഓരോന്നും കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹാബിയാണ് ജാബിർ റളിയല്ലാഹു അൻഹു. ആ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസുകളെ മാത്രം ക്രോഡീകരിച്ചുകൊണ്ട് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ല എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഹജ്ജത്തുൻ നബി കമാ റവാഹാ അൻഹു ജാബിർ റളിയല്ലാഹു അൻഹു. നബിയിൽ നിന്ന് ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് നബിയുടെ ഹജ്ജ് എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. അറബി അറിയുന്ന ആളുകൾ നിർബന്ധമായും വായിക്കേണ്ടുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹിജ്ജ 10 അന്ന് ജംറത്തുൽ കുബ്ര, മൂന്നാമത്തെ ജംറയിൽ കല്ലെറിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്താണ്? ലിതഖുദൂ മനാസികക്കും, നിങ്ങൾ നിങ്ങളുടെ മൻസക്കുകൾ, മൻസക്കിന് പല അർത്ഥമുണ്ട്, അതൊക്കെ ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ സമയം ഉണ്ടെങ്കിൽ വിശദീകരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുക. ഇമാം നസായിന്റെ റിപ്പോർട്ടിൽ ഖുദൂ മനാസികക്കും, നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് കാണാം. സാധാരണ ഞാനും പണ്ട് പറഞ്ഞിട്ടുണ്ട് ഖുദൂ അന്നി മനാസികക്കും. പക്ഷെ അങ്ങനെ ഒരു ഹദീസിൽ റിപ്പോർട്ട് കാണാൻ സാധിക്കും. ഷെയ്ഖ് അൽബാനി അടക്കം പലരും അങ്ങനെ ഒരു വാക്ക് ഉദ്ധരിച്ചതായി കാണാൻ പറ്റും, ഖുദൂ അന്നി. അപ്പൊ അന്നി ചേർത്തുകൊണ്ട് എന്റെ പരിശോധനയിൽ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ പല ഗ്രന്ഥങ്ങളിലും ഹദീസ് പണ്ഡിതന്മാർ തന്നെ ഉദ്ധരിച്ചത് കണ്ടിട്ടുണ്ട്, സനദോട് കൂടി കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. എന്തായിരുന്നാലും എല്ലാത്തിന്റെ ആശയം ഒന്നാണ്, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ സ്വീകരിക്കുക. അപ്പൊ എന്താ? നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞതുപോലെ ഹജ്ജിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ പഠിക്കണം, എന്നിൽ നിന്ന് സ്വീകരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിക്കണം. എന്താ കാരണം? ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹുജ്ജു ബഅദ ഹജ്ജതി ഹാദിഹി. നബി എപ്പോഴാണ് ഹജ്ജിന് പോയത്? നബി പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പ് ഹജ്ജിന് പോയിട്ടുണ്ടോ എന്നറിയില്ല. മദീനയിൽ വന്നതിന് ശേഷം 4 ഉംറകൾ നിർവഹിച്ചിട്ടുണ്ട് എന്ന് ഹദീസ് മനസ്സിലാവും. ഒരൊറ്റ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്, അത് മരിക്കുന്നതിന്റെ മുമ്പത്തെ വർഷം ഹിജ്റ 9-ലാണ്. അതാണ് നബിയുടെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ്. അതാണ് ഹജ്ജത്തുൽ വദാ. വിദാ അല്ല, വദാ, വിടവാങ്ങൽ ഹജ്ജ്. ആ ഹജ്ജിൽ നബി തന്റെ വിടവാങ്ങൽ പ്രഖ്യാപിച്ചു. ഞാൻ അടുത്ത വർഷം ഉണ്ടാവുകയില്ല, ഞാൻ മരണമെടുത്തിരിക്കുന്നു. അത് നേരത്തെ ഫാത്തിമ റളിയല്ലാഹു അൻഹ മകളോട് പറഞ്ഞിട്ടുണ്ട്. ഹജ്ജിൽ നബി അത് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണിത്. എന്നിൽ നിന്ന് നിങ്ങൾ കർമ്മങ്ങൾ സ്വീകരിക്കുക. എന്താ കാര്യം? ഞാൻ ഈ ഹജ്ജിന് ശേഷം നിങ്ങളുടെ കൂടെ ഹജ്ജിന് ഇനി ഉണ്ടായേക്കുമോ, ഞാനിനി ഹജ്ജ് ചെയ്യുമോ എന്ന് ലാ അദ്രി, എനിക്കറിഞ്ഞുകൂടാ. കാരണം അള്ളാഹു അതിന്റെ സൂചനകൾ നേരത്തെ നൽകിയിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് നബി പറയുന്നത്. അപ്പൊ ദുൽഹിജ്ജ കഴിഞ്ഞു, മുഹറം, സഫർ, റബീഉൽ അവ്വൽ,
3-ാം മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഇനി നിങ്ങളുടെ ഒപ്പം ഞാൻ ഹജ്ജിനുണ്ടാകുമോ എന്നറിയില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജ് പഠിക്കണം. കാരണം ഇനി ഒരു ഹജ്ജ് എന്റേതില്ല. അപ്പൊ എന്നെ കണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് എന്നെ കണ്ടു പഠിക്കുക. അതാണ് കല്ലെറിയുമ്പോൾ പോലും പ്രവാചകൻ സഹാബത്തിനെ ഉപദേശിച്ചത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ ഞാൻ ഉണർത്തിയത് മറ്റെല്ലാറ്റിനേക്കാളും പ്രധാനപ്പെട്ട് നബിയെ അനുകരിച്ചുകൊണ്ട് ഇത്തിബായ് ചെയ്തുകൊണ്ട് പ്രത്യേകമായി അവ നിർവഹിക്കണം എന്ന് പഠിപ്പിച്ചവയാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. നേരത്തെ ഞാൻ സർക്കാർ ഗ്രൂപ്പിൽ ഹജ്ജിന് പോകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു. 250 പേർക്ക് ഒരു ലീഡറാണ്. ആ ലീഡർ എന്ന് പറഞ്ഞാൽ മൗലവി അല്ല, മുസ്ലിയാരല്ല, ദീൻ പഠിച്ച ആളല്ല, മറിച്ച് അയാൾ ഹജ്ജിന്റെ ഗൈഡാണ്. ഗൈഡ് എന്ന് പറഞ്ഞാൽ അയാളുടെ പണി നിങ്ങളെ ഇവിടെ നിന്ന് ഫ്ലൈറ്റിൽ കയറ്റി കൊണ്ടുപോയി തിരിച്ചിവിടെ എത്തിക്കുക എന്നുള്ളതാണ്. എപ്പോൾ ഫ്ലൈറ്റ് വരും, എപ്പോൾ കയറണം, ഫ്ലൈറ്റിൽ എങ്ങനെ ഭക്ഷണം കഴിക്കണം, ഇറങ്ങിയാൽ എന്ത് ചെയ്യണം, അവിടെ ഇവിടെ എത്തിയാൽ എന്ത് ചെയ്യാം, ഏത് ഹജ്ജോ ഉംറയോ ആയി ബന്ധപ്പെട്ട ഒരു കാര്യവും പഠിപ്പിക്കേണ്ടത് അവരുടെ ബാധ്യതയല്ല. അതിനല്ല അവരെ സർക്കാർ നിങ്ങളുടെ കൂടെ അയക്കുന്നത്. പിന്നെന്തിനാണ്? യാത്ര, താമസ, ഭക്ഷണ സൗകര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാനും ബസ് കയറ്റാനും ഇറക്കാനും കൊണ്ടുപോകാനും കൊണ്ടുവരാനും. അപ്പൊ ഒരു ട്രാവൽ ഗൈഡ് എന്നതിലപ്പുറം ഒരു കാര്യം അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ഇന്ന് ഏത് പാർട്ടി ഭരിച്ചാലും പാർട്ടിയുടെ റെക്കമെൻഡിൽ വരുന്ന ആളുകളാണ് പലപ്പോഴും ഹജ്ജ് വളണ്ടിയർമാരായി പോകുന്നത്. ഇവിടെയുള്ള അതിന്റെ നിർദ്ദേശം നൽകുന്ന വളണ്ടിയർമാർ അങ്ങനെ തന്നെയാണ്. ഈ അടുത്ത കാലങ്ങളിൽ ഹജ്ജ് വളണ്ടിയർമാരായി പോയിട്ടുള്ള ആളുകളിൽ പച്ചക്കാഫറുകൾ, മുസ്ലിം പേരുള്ള പച്ചക്കാഫറുകൾ ഹജ്ജ് ഗൈഡായി പോയിട്ടുണ്ട്. വെറുതെ പറയാനല്ല, പേര് ഗഫൂർ, റഷീദ് എന്നൊക്കെയാണ്, അല്ലെങ്കിൽ അതുപോലുള്ള പേരുകൾ. പക്ഷേ കടുത്ത നിരീശ്വരവാദി, അള്ളാഹു തന്നെ ഇല്ല എന്ന് പറയുന്നവൻ. കാരണം എന്താ? പാർട്ടിയുടെ സ്വാധീനമുണ്ട്, അവൻ സർക്കാർ സർവീസ് ഉണ്ട്, നിശ്ചയിച്ച ബാധ്യതകളുണ്ട്. ഇവൻ തൗഹീദ് ഉണ്ടോ, ഈമാൻ ഉണ്ടോ, മുസ്ലിമാണോ, പേര് മാപ്പിളായാൽ മതി, അത്രേ നോട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ഹജ്ജ് ഗൈഡുകളായി പോകുന്നു. ഇവർക്കുള്ള പണി എന്താ? അതൊക്കെ ഒന്ന് കാണുക, ഒരു ടൂറ് മുടക്കില്ലാതെ പോകുന്നു, വരുന്നു, അതിന്റെ പുറമെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളം കിട്ടും, ഇതിന് വേറെ അലവൻസും കിട്ടും. ഇതൊക്കെ നേടുക എന്നതല്ലാതെ വേറൊന്നുമില്ല. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ പോയാൽ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇനിയല്ല ദീനുള്ള ആളുകളാണെങ്കിൽ പോലും അവർ ഇത് പഠിച്ചവരല്ല. നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അവരുടെ ഉത്തരവാദിത്തം. ഇപ്പൊ കഴിഞ്ഞ വർഷം 2023 ഹജ്ജിന് പോയ സർക്കാർ ഗ്രൂപ്പിൽ പോയ ആളുകൾ, നമ്മുടെ തന്നെ ദായിമാരിൽപ്പെട്ട ഒരാൾ പറഞ്ഞത് എനിക്കറിയാം. ഇവിടെ നിന്ന് പോയി ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിയതിനു ശേഷം, അല്ലെങ്കിൽ മക്കത്തെത്തിയതിനു ശേഷം, രണ്ടാലൊന്നും അദ്ദേഹം പറഞ്ഞത്, ഈ പറയുന്ന ഗൈഡിനെ കണ്ടിട്ടേയില്ല തിരിച്ചു പോരുന്നത് വരെ. അവനവൻ പഠിച്ചത് അയാള് കേട്ടും വായിച്ചും പഠിച്ചൊക്കെ മനസ്സിലാക്കിയ ആളായതുകൊണ്ട്, മൗലവി ആയതുകൊണ്ട് അയാൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. എന്നാൽ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നറിയാതെ പോകുന്ന കൂട്ടത്തിന്റെ കൂടെ, സാധാരണ മലയാളത്തിലൊരു കവിത ഉണ്ടല്ലോ, മുമ്പേ ഗമിക്കുന്ന ഗോവുതൻ പിമ്പേ ഗമിക്കുന്നു ബഹുഗോക്കളെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു പശു മുന്നിൽ പോയാൽ അതിന്റെ ബേക്കിൽ ബാക്കി പശുക്കളൊക്കെ അങ്ങനെ പോകും. അത് പശു മാത്രമല്ല, മൂരിയാട്, പക്ഷികൾ പറക്കുന്ന പോലെ അങ്ങനെ മുന്നിലൊന്ന് അതിന്റെ ബേക്കിൽ അങ്ങനെ പോണൊക്കെ അങ്ങനെ പോവാൻ. അങ്ങനെ കൂട്ടത്തിൽ കൂടി പോകുന്ന എന്നതല്ലാതെ ഒന്നും കിട്ടിയില്ല. വേറെ ചില ആളുകൾ, ചില സ്ത്രീകൾ പരാതി പറഞ്ഞത് നിങ്ങൾ യൂട്യൂബിലൊക്കെ ക്ലിപ്പുകൾ കണ്ടിട്ടുണ്ടാവും. അവിടെ എത്തിയതിനു ശേഷം ഈ ഗൈഡ് എന്ന് പറയുന്ന ആളെ കണ്ടതേയില്ല. മക്കത്ത് കഅബയുടെ ചുറ്റുവട്ടം 2-3 ദിവസം അവർ തെരഞ്ഞു നടന്നു. എന്ത് കാണാൻ? ഹറമിന്റെ പള്ളിയുടെ ഉള്ളിലേക്ക് കടക്കാനുള്ള വഴി. എന്തിന്? ഉംറയ്ക്ക് കടക്കാനുള്ള. പണ്ടത്തെ മാതിരിയല്ല, മുമ്പ് പോയാൽ ഏത് വാതിലിൽ കൂടി കയറിയാലും മത്താഫിലേക്ക് എത്തുമായിരുന്നു. ഇപ്പൊ ഏത് വാതിലിൽ കൂടി കയറി, കൊറോണയ്ക്ക് ശേഷം ഏത് വാതിലിൽ കൂടി കയറിയാലും മത്താഫിലേക്ക് എത്തും. പള്ളിനുള്ളിൽ എത്തും, പക്ഷെ മത്താഫിലേക്ക് എത്തൂല. പഴയ പള്ളിയല്ല, ഇപ്പൊ ഒരുപാട് വികസിച്ചു. ഇപ്പൊ തവാഫിന് വേണ്ടി, ഹജ്ജിന് ഉംറയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി മാത്രം പ്രത്യേകം വഴികളുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ഡിസംബർ അവസാനം ഞാൻ ഉംറയ്ക്ക് പോയിരുന്നു. ആ പോയ സമയത്ത് പോലും ഞാനാണ് പ്രത്യേകം നോക്കി, ഈ കടന്നു പോകാനുള്ള വഴിയിൽ ഇത് മത്താഫിലേക്കാണ് എന്ന് ഇംഗ്ലീഷിലോ ഉറുദുവിലോ അറബിയിലോ പോലും ഒരു ബോർഡ് അവിടെ ഇല്ല. എന്തുകൊണ്ട് എഴുതി വെക്കില്ല എന്ന് അല്ലാഹു അഅലം. അപ്പൊ ആ ഗേറ്റ് 1 മലിക് അബ്ദുൽ അസീസ് ഗേറ്റ്, 3-ാം നമ്പർ ടോയ്ലറ്റിന്റെ മുമ്പിൽ, ആ കാണുന്ന സ്ഥലത്ത് 1-ാം നമ്പർ ഗേറ്റിനോട് ചേർന്ന് അതിന്റെ വലതുവശത്തായി കാണുന്ന വഴിയാണ് ഉള്ളിലേക്ക് കടക്കാൻ. അവിടെ 2-3 പോലീസുകാരും ഉദ്യോഗസ്ഥന്മാരും നിൽക്കുന്നത് കാണാം. വേലികളുണ്ട്, അത് വെച്ച് കെട്ടിയിട്ടുണ്ട്. അവിടെ ഒരു റോഡിന്റെ വീതിയിലുള്ള വഴിയുണ്ട്. ഇത് അറിയുന്ന ആളുകൾക്ക് മാത്രമേ ഇതാണ് മത്താഫിലേക്കുള്ള വഴി എന്ന് അറിയുള്ളൂ. അപ്പൊ ഇത് പറഞ്ഞു കൊടുക്കാൻ ആള് വേണ്ടേ? അല്ലെങ്കിൽ നോക്കി വായിക്കാൻ ബോർഡ് വേണം. എല്ലായിടത്തും ബോർഡുണ്ട്, പക്ഷെ അവിടെ ഇപ്പൊ ഈ ഡിസംബറിൽ പോയപ്പോൾ പോലും ഞാനൊരു ബോർഡ് കണ്ടിട്ടില്ല. അപ്പൊ ഇത് അറിയാത്തവൻ, ചോദിക്കാൻ അറിയാത്തവൻ, ഭാഷ അറിയാത്തവൻ എന്ത് ചെയ്യും? 3 ദിവസത്തോളം സർക്കാർ ഗ്രൂപ്പിൽ, അത് എങ്ങനെ പോയി? സൗദിയും ഇപ്പോൾ അനുഭവിച്ചിട്ടുണ്ട്, ഇവിടെ അനുഭവിച്ചിട്ടുണ്ട്. 4 പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ആണില്ലാതെ, മഹറമില്ലാതെ സ്വന്തം പോകാം. അങ്ങനെ പോയ ആൾക്കാരാണ്.
കൂടെ ആണില്ല, മഹറമില്ല, നബി പഠിപ്പിച്ചതിനെതിരായ പോക്കാണ്. അപ്പൊ ആശ അറിയില്ല. അല്ലറ ചില്ലറ അറബി പഠിച്ച ആളുകൾ അവിടെ ചെന്ന് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓൽക്കുതിയിലും കൊളോക്കിയൽ ഭാഷയാണ്. അല്ലാതെ അറിയുന്ന ആളുകൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ. നമ്മുടെ നാടൻ മലയാളം പോലെ നാടൻ അറബി പറയുന്ന ആളുകൾ, അത് പറയാൻ പെടുന്നു പോകുന്ന പലർക്കും അറിയില്ല. ഗൾഫ് താമസിച്ച ആൾക്കാർക്ക് അറിയാം. അങ്ങനെ നടന്നു. അറഫയിൽ പോയ ആളുകൾ അറഫയിൽ നിന്ന് മുസ്ദലിഫയിൽ വന്ന് മിനയിലേക്ക് തിരിച്ചു വരുന്നതിന് പകരം വീണ്ടും അറഫയിലേക്ക് നടന്നുപോയി. എന്തൊരു കഷ്ടപ്പാടാണ്. തിരിച്ച് മുസ്ദലിഫയിലേക്ക് വരണം, നടന്നത് വന്ന വഴിക്ക് അങ്ങോട്ട് തന്നെ. ഇതൊക്കെ കഴിഞ്ഞ പോലുണ്ട്. പെണ്ണുങ്ങൾക്ക് പറ്റിയ അബദ്ധാണ്, ആണിനും പറ്റും. അപ്പൊ ഞാൻ പറയുന്നത്, ഇത്തരം അബദ്ധങ്ങളിൽ പെടാതിരിക്കാൻ എന്തു വേണം? നമ്മൾ കാര്യങ്ങൾ അമല് മാത്രമല്ല, എങ്ങനെ എന്ത് എന്നത് നമ്മൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ആയാൽ, പഠിച്ച ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ, കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിനാശ്വാസം ഉണ്ടാവും. എനിക്ക് എന്റെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാം. അമീറിനെ പിരിഞ്ഞു പോയി നിൽക്കാം. മത്താപ്പിൽ കടറങ്ങിയ പിന്നെ അമീറിനെ കാണൂല, കൂടുള്ളവൻ കാണില്ല, ഭാര്യ ഭർത്താവിനെ കാണൂല, ഭർത്താവ് ഭാര്യയെ കാണൂല, മക്കളെ കാണില്ല, ഒക്കെ ഗ്രൂപ്പ് തെറ്റിയിട്ടുണ്ടാവും. മലയാളികളാണോ തെറ്റിയിട്ടുണ്ടാവും ഉറപ്പാണ്. നമ്മൾ വലിയ ബിരുദന്മാരാ, പക്ഷെ ഇതിൽ നമ്മൾ പൊട്ടന്മാരാണ്. ഞാൻ വെറുതെ പറയണല്ല, പോയ ആൾക്കാർക്ക് മനസ്സിലാവും. എന്നാൽ മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, അതുപോലെ തന്നെ തുർക്കി, ഇറാൻ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ വരുന്ന ആളുകൾ ഒരു കൈ കോത്ത് പിടിച്ചാൽ ആന കുത്തിയാലും അളകൂല എന്ന് പറഞ്ഞാൽ അവരെ എന്ത് വെള്ളപ്പൊക്കം വന്നാലും അവരാ പിടുത്തം വിടൂല. ഒരാൾക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല. അത്രക്ക് ബന്ധവസായി പിടിച്ച് ഗ്രൂപ്പിൽ ഒരുത്തനും തെറ്റാതെ ആ ഗ്രൂപ്പിനെ കൊണ്ടുപോകുന്നു. അത് വേറുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്നുള്ളത് ശരിയാണ്. പക്ഷേ നിങ്ങൾ കൂടെ നിൽക്കണം, കൂടെ വരണം, മുന്നിൽ എന്നെ നോക്കണം, അതിനടുത്താൾ നോക്കണം, മുറുക്കി പിടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞാലും മത്താപ്പിലേക്ക് ഇറങ്ങിയ എല്ലാം വേറിട്ട്. എന്തിനേറെ ചെറിയ മക്കൾ പോലും മാതാപിതാക്കൾ വേറിട്ട് നോക്കുന്നു. പ്രായമെത്തിയ മാതാപിതാക്കളെ വേർപിരിയുന്നു. എന്നിട്ട് പിന്നെ അവസാനം കാത്തിക്കാണ് അപ്പുറത്ത് സഫന്റെ അങ്ങോട്ട്, ആ ഭാഗത്ത്, സഫയിലേക്ക് പോണ ഭാഗത്ത്. എന്നിട്ട് തെരഞ്ഞു പിടിക്കണം. ഞാനൊക്കെ പലപ്പോഴും പിന്നെ തവാഫ് നടത്തിയിട്ടുണ്ട്. തവാഫിന്റെ നീയത്തിലല്ല, വഴി തെറ്റി കാണാതായവരെ തെരയാൻ. സൈന്റെ സ്ഥലത്ത് അങ്ങോളം നടന്നിട്ടുണ്ട്. പാതിരക്ക് ക്ഷീണിച്ച സമയത്ത്. എന്തിനാ? കാണില്ല. അപ്പൊ പറഞ്ഞ പോലെ കേൾക്കൂല, അല്ലെങ്കിൽ മനസ്സിലാവൂല, അല്ലെങ്കിൽ തെറ്റിപ്പോവും. അപ്പൊ നമുക്കൊരു ബോധ്യം എങ്ങനെ എന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടായാൽ, അറിവുണ്ടായാൽ, അത് അമലും ഈ പറയുന്ന കാര്യങ്ങളും പഠിച്ചാൽ, അമീർ തെറ്റിയാലും, അമീറിനെ വിട്ടാലും, ഗ്രൂപ്പ് വിട്ടാലും, കൂടെയുള്ളവർ പോയാലും മനസ്സമാധാനത്തോടുകൂടി ബേജാറില്ലാതെ ചെയ്യാൻ നമുക്ക് സാധിക്കും. പിന്നെ പഠിച്ചാൽ വേറെയുള്ള ആളുകൾ, നേരത്തെ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞതുപോലെ, ഒരു 90% ആളുകളും ചെയ്യുന്നത് നബിയോ അള്ളാഹുവോ പഠിപ്പിച്ച ഹജ്ജും ഉംറയുമല്ല. ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യമാവാത്ത ആളുകൾ അവിടെ ചെന്നാ ബോധ്യപ്പെടും. നിങ്ങൾ ഇവിടുന്ന് കേട്ടോ പഠിച്ചൊന്നല്ല അവിടെ കാണുക. 90% 90ന്റെ മേലെ. അപ്പോ ഞാൻ പറയുന്നത് ചെല്ലണ അല്ല ശരി, അയാൾ ചെല്ലണാണോ ശരി, അയാൾ ചെയ്യുന്നതാണോ ശരി, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്നൊക്കെ തോന്നും. ഒരു വസ്വാസും സംശയവും നമ്മുടെ മനസ്സിൽ കടന്നു വരാതിരിക്കാൻ, ഞാൻ പഠിച്ചതാണ് ശരി, അതാണ് പ്രമാണം എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഒരു വസ്വാസം ഉണ്ടാവില്ല. 4 മദ്ഹബിന്റെ ആളുകൾ അവിടെ വരും. ലോകത്തുള്ള ഹനഫി, ഷാഫി, ഹംബലി, മാലിക്കി, മദ്ഹബ് ഇല്ലാത്തവർ വരും. ഇതൊന്നും പഠിക്കാത്തവൻ വരും. ഇവരൊക്കെ പലതും പറയുന്നുണ്ടാവും, പലതും കാട്ടിക്കൂട്ടുന്നുണ്ടാവും. ഖുർആനും സുന്നത്തിനും എതിരായ കാര്യങ്ങൾ ചെയ്യുന്ന ഷിയാക്കളിൽപ്പെട്ട ആളുകൾ ഉണ്ടാവും. അതിൽ തന്നെ പല ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള പല വിഭാഗങ്ങളും അവിടെ വരും. സുന്നത്തിനെതിരായ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാവും, തോന്നിയതുപോലെ ചെയ്യുന്നവരുണ്ടാവും. ഇതാണ് ഏറിയ കൂറും. അപ്പൊ ഇവരൊന്നും കാണുമ്പോൾ നമുക്കൊരു ബേജാറില്ലാതിരിക്കാൻ, ഞാൻ പഠിച്ചതാണ് ശരി എന്ന ബോധ്യം നമുക്കുണ്ടാകാൻ നമ്മൾ പഠിക്കണം. ഒരു ലഘുലേഖ കയ്യിലുണ്ടാവും. ആ ലഘുലേഖ കിട്ടിയാൽ അത് മതി. ഓരോ ഗ്രൂപ്പുകാരും ഇറക്കുന്നതുണ്ടാവും. പല മൗലവിമാരും എഴുതിയുണ്ട്. അതൊന്ന് കയ്യിൽ പിടിച്ചിട്ട് ഇതൊക്കെ അവിടെ ഇങ്ങനെ സൗകര്യം പോലെ വായിച്ചു നോക്കിയിട്ട് നമുക്ക് ഇതെന്തിനു പഠിക്കുന്നത് അതുപോലെ. പള്ളി കയറുമ്പോഴുള്ള പ്രാർത്ഥന പോലും ഇവിടെ നാട്ടിൽ ചെയ്യേണ്ടതല്ലേ, ഹജ്ജിന്റെ ഉംറന്റെ അല്ലല്ലോ. നാട്ടിൽ പള്ളി കയറെങ്കിൽ പള്ളി കയറുമ്പോൾ പ്രാർത്ഥനയല്ലേ, അതുപോലും അറിയാത്ത മനുഷ്യന്മാരുണ്ടാവും. സഫാ മറവന്റെ മുകളിൽ സാധാരണ നിസ്കാരം കഴിഞ്ഞാൽ ചെല്ലുന്ന വിക്രാൻ, അത് പഠിക്കാത്ത അവിടുന്ന് ചെല്ലാൻ കഴിയില്ല. സഫന്റെയും മറവന്റെയും മുകളിൽ. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഇവിടെ ചെല്ലുന്നതല്ലാത്ത ആകെ ഒരു വരി, 2 ആയത്തിന്റെ കഷ്ണം ഇതേ നമ്മൾ പഠിക്കും. രണ്ടും കൂടി കൂട്ടിയാൽ 2 or 3 വരി ഉണ്ടാവും. അതുപോലും ഈ കിട്ടുന്ന പുസ്തകത്തിലോ ഗൈഡിലോ ലഘുലോകയിലോ ഉള്ളത് കാണാതെ പഠിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ലക്ഷങ്ങളും മുടക്കി പോകുന്നത്? ഒരു കാര്യമില്ല. ഇനി അതില്ലാന്ന് വിചാരിക്കുക. എപ്പോഴും എങ്ങനെ എന്ന് അറിയില്ലെങ്കിൽ ചിലപ്പോ ഇതൊന്ന് നോക്കി വായിച്ച് കാണാനുള്ള സമയം ഉണ്ടാവില്ല, തിരക്കായിരിക്കാം, നോക്കാൻ പറ്റാത്ത സാഹചര്യവും. അപ്പൊ അതിന് നമ്മുടെ മനസ്സിലാണ് ഉറപ്പുണ്ടാക്കേണ്ടത്. നബി പഠിപ്പിച്ചത്, സഹാബികൾ പഠിപ്പിച്ചതെന്നതനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഏടുകളിൽ കാണുന്നതല്ല. ബുക്കുകൾ ഉണ്ടാവും, ലഘുലേഖകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ചെറിയ നോട്ടുകൾ ഉണ്ടാവും.
ഇതുപോലെ തന്നെ സ്പൈറൽ ബൈൻഡിങ്, ഇങ്ങനെയുള്ള അധികവും കാണാം മത്താഫിൽ ആളുകൾ എത്ത്. ഓരോ തവാഫിന്റെ ചുറ്റിലും ഓരോ ദിക്കറ് നിർത്തി നിർത്തി വിട്ടില്ല. ഒന്നാം തീയതി കഴിഞ്ഞ് അടുത്ത മറിച്ചിട്ട് പിന്നെ ഓരോന്ന്, അങ്ങനെ ഓരോ മൂലക്കുള്ളത്, ഓരോ ചുറ്റിലുള്ളത്, ഇങ്ങനെ ചെല്ലുന്ന ഒരുപാട് മനുഷ്യന്മാരെ നമുക്ക് കാണാം. അതൊന്നുമല്ല അള്ളാഹു പഠിപ്പിച്ചത്. അള്ളാഹു പഠിപ്പിച്ചത് ഏതാണ്? അത് നമ്മൾ വായിച്ചു പഠിക്കണം. അതിനാണ് ഒന്ന് നേരത്തെ പറഞ്ഞ അറബി അറിയുന്ന ആളുകൾക്ക് ഹജ്ജത്തുൻ നബി എന്ന് പറയുന്ന പുസ്തകം. രണ്ടാമത്തേത് ഏറ്റവും കൃത്യമായി ലളിതമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഷെയ്ഖ് നാസിർ അൽബാനിയുടെ തന്നെ മനാസിക്കുൽ ഹജ്ജ് വൽ ഉംറ ഫിൽ കിതാബി വസ്സുന്നത്തി വആഥാർ. ഹജ്ജ് ഉംറ കർമ്മങ്ങൾ ഏട് കാണുന്നത് പോലെ നല്ല ഖുർആനിലും സുന്നത്തിലും സഹാബികളുടെ അഥർ, അവരുടെ വാക്കുകൾ, കർമ്മങ്ങൾ അതനുസരിച്ച് ഹജ്ജ് ഉംറ കർമ്മങ്ങൾ. പിന്നെ വസർദും മാ അൽഹഖൻ നാസു ബിഹാ മിനൽ ബിദഇ. ബുക്കിന്റെ അവസാനത്തിൽ ജനങ്ങൾ ഹജ്ജ് ഉംറയോട് കൂട്ടിച്ചേർത്ത ബിദ്അത്തുകളുടെ വിവരണവും. വളരെ ചെറിയൊരു പുസ്തകമാണ്, ആകെ 63 പേജാണ് ഇതിന്റെ അവസാനം അടക്കമുള്ളത്. ഇതിന്റെ അവസാനത്തിൽ 174 നമ്പറാണ്, ഇതിൽ നമ്പറില്ല, ഇത് നമ്പർ 174 ബിദ്അത്തുകൾ എഴുതിയിട്ടുണ്ട്. ഏത്? ലോകത്ത് മൊത്തം മുസ്ലിങ്ങളുടേതല്ല. ഹജ്ജ് ഉംറയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഉണ്ടായിക്കോളുന്നില്ല, നമ്മുടെ നാട്ടിലില്ലാത്ത പലതിലുണ്ട്. കേട്ടാൽ അത്ഭുതം തോന്നുന്ന വഷളൻ പരിപാടികൾ അതൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. 174 കാര്യങ്ങൾ ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട ബിദ്അത്തുകൾ. ഇതൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. വളരെ ലളിതമായി ചുരുക്കി പറഞ്ഞിട്ടുള്ള പുസ്തകമാണ്. ഇതും അറബി അറിയാവുന്ന ആൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഈ പുസ്തകം ഞാൻ മലയാളത്തിലേക്ക് ഏകദേശം ഒരു 10-15 വർഷങ്ങൾക്കപ്പുറം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതേ പുസ്തകം അതേ പേര് മുകളിൽ കൊടുത്തിട്ടുണ്ട്, ഹജ്ജ് ഉംറ കർമ്മങ്ങൾ. ഖുർആനിലും സുന്നത്തിലും സലഫുകളുടെ അഥറുകളിലും ജനങ്ങൾ കൂട്ടിച്ചേർത്ത ബിദ്അത്തുകളും ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി എന്ന പേരിൽ. ഇത് 10,000-കണക്കിന് കോപ്പികൾ പല എഡിഷനുകളിലായി അടിച്ച് വിൽപ്പന നടത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പൊ ഇത് നമ്മുടെ കയ്യിലൊക്കെ ഹജ്ജും ഉംറയും എല്ലാ ദിക്റുകളും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്. അപ്പോ അത്തരം പുസ്തകങ്ങൾ നമ്മൾ കയ്യിലാക്കുക, അത് വായിക്കുക, പഠിക്കുക. ഈ പുസ്തകം ഞാൻ പ്രത്യേകം പറയാൻ കാരണം, നമ്മുടെ മുജാഹിദുകളായ പല പണ്ഡിതന്മാരും എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ തന്നെ ഹദീസിലില്ലാത്തതോ അല്ലെങ്കിൽ ഹദീസിനെതിരായതോ കൃത്യമായി നബിയിലേക്ക് തന്നെ ചേർത്ത് പറയാവുന്ന സുന്നത്ത് എന്ന് പറയാൻ പറ്റാത്തതോ ആയ കാര്യങ്ങൾ പല പുസ്തകങ്ങളിലും കാണാം. ഏത് പുസ്തകങ്ങൾ വായിച്ചു നോക്കിയാൽ. പക്ഷേ ഈ പുസ്തകം വായിച്ചാൽ ഇതിൽ അതൊന്നും ഉണ്ടാവില്ല. ഉള്ളത് മാത്രം, സ്ഥിരപ്പെട്ടത് മാത്രമേ ഇതിലുള്ളൂ. അതുകൊണ്ട് ഒന്നും വേണ്ടാത്തത് പഠിക്കേണ്ടതില്ല, പഠിച്ചിട്ടുള്ള കുഴപ്പം വരൂല, ബേജാറും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഈ 2 പുസ്തകങ്ങൾ അറബിയും അതിന്റെ മലയാളവും പറയാൻ കാരണം. പിന്നെ പഠിച്ചാൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, വത്തിമുൽ ഹജ്ജ വൽ ഉംറത്തിലില്ല. നിങ്ങൾ ഹജ്ജും ഉംറയും അള്ളാഹുവിന് വേണ്ടി പൂർത്തിയാക്കുക. അപ്പൊ പൂർണ്ണമായി ചെയ്യണം, പഠിച്ചാലേ പൂർണ്ണമായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് ഖുർആന്റെ കൽപ്പനയാണ്. ഹിജ്റ 6 ഇറങ്ങിയ ആയത്താണ്. ഹജ്ജ് നിർബന്ധമാണ് എന്ന ആയത്ത് ഹിജ്റ 9 ഇറങ്ങുന്നു. അതിന്റെ മുന്നേ ഹിജ്റ 6 ഈ ആയത്തിറങ്ങിയത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം. ഹജ്ജും ഉംറയും നിങ്ങൾ പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പാടില്ല, അത് പൂർത്തീകരിക്കണം. അപ്പൊ പൂർത്തീകരിക്കണം എന്താ? പൂർണ്ണമായ രീതിയിൽ അത് നിർവഹിക്കണം. പൂർണ്ണമായ രീതിയിൽ നിർവഹിക്കണമെങ്കിൽ സുന്നത്തനുസരിച്ച് നമ്മളത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കേണ്ടതുണ്ട്. പിന്നെയോ നാട്ടിൽ ചെയ്യുന്ന ഒരു അമല് തെറ്റിപ്പോയാൽ നമുക്ക് തിരുത്താൻ അവസരമുണ്ട്. ഇപ്പൊ ഉദാഹരണം നമസ്കാരം അല്ലെ, ഒതു ചെയ്ത് തെറ്റിപ്പോയി, നിസ്കരിച്ച് തെറ്റിപ്പോയി, തിരുത്താം. കാരണം എന്താ? ഒതുക്കാൻ വെള്ളം വളർത്തുന്നുണ്ട്, നിസ്കരിക്കാൻ പള്ളിയുണ്ട്, അല്ലെങ്കിൽ പുരയോ പറമ്പോ അവിടെ നിസ്കരിക്കാം, നെജസില്ലാത്ത നിസ്കരിക്കാം. ഒതുക്കാനുള്ള വെള്ളമുണ്ട്, സ്ഥലമുണ്ട്, നമ്മളും ഇവിടെ ഉണ്ട്. മരിച്ചിട്ടില്ലെങ്കിൽ തിരുത്താം, ആൾ ചോദിക്കാം. അപ്പൊ തിരുത്താൻ നമുക്ക് അവസരമുണ്ട്. എന്നാൽ ഹജ്ജ് ഉംറ എന്ന് പറയുന്നത് തിരുത്താൻ ചിലപ്പോൾ നമുക്ക് അവസരം ഉണ്ടായിക്കൊള്ളുന്നില്ല. തിരുത്താവുന്ന സംഗതികളുണ്ട്, തിരുത്താൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, വേറെ ചെയ്യേണ്ട സംഗതികളുണ്ട്, വേറെ ഹജ്ജ് ഉംറ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ പെടുന്നതെങ്കിൽ നമ്മുടെ അവസരം നഷ്ടപ്പെടുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്ര മനുഷ്യന്മാർക്കാണ് ഉംറക്ക് പോകാൻ ഭാഗ്യം കിട്ടുന്നത്? നറുക്കെടുത്തിട്ട് 10-40 ലക്ഷക്കണക്കിന് ആളുകൾ അപേക്ഷിച്ചതിൽ നിന്ന് 1.25 ലക്ഷം ആളുകളെയാണ് സർക്കാർ ഗ്രൂപ്പിലും പ്രൈവറ്റിലുമായി തെരഞ്ഞെടുത്തത്. ബാക്കിയുള്ള ആളുകൾ കൊല്ലം 4, 5, 6 കൊല്ലങ്ങൾ അപേക്ഷ കൊടുത്തിട്ട് കിട്ടാതെ കരഞ്ഞു നടക്കുന്ന മനുഷ്യന്മാരൊക്കെയാണ്. അവര് ആഗ്രഹം കൊണ്ട് കിട്ടാൻ അവസരം കിട്ടാൻ നടക്കുകയാണ്. നമുക്ക് ആഗ്രഹമുണ്ട്, അവസരം കിട്ടി, പഠിക്കാതെ പോയാണ് ചെയ്തതെങ്കിൽ രണ്ടാമതൊരു അവസരം ഉണ്ടാവോ? പറയാൻ കഴിയില്ല. അടുത്ത അവസരം ഉണ്ടാവും. ഇനി അവസരം ഉണ്ടായി വിചാരിക്കുക, നറുക്ക് വീണു, പക്ഷെ പൈസ ഉണ്ടായിക്കൊള്ളുന്നില്ല. നറുക്കും പൈസയും കിട്ടി, പക്ഷെ പോകാൻ ആരോഗ്യം ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ ആയുസ് തന്നെ തീർന്നിട്ടുണ്ടാകും. ബാക്കിയെല്ലാം ഉണ്ട്, നറുക്ക് കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ പൈസ പ്രൈവറ്റിൽ കൊടുക്കാൻ പോകാൻ നേരത്തെ പൈസ ഉണ്ടായിരുന്നു, ഇപ്പം പ്രൈവറ്റിൽ പോകാൻ വിചാരിച്ചാൽ കൊടുക്കാൻ പൈസ ഇല്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉഴുതുകൾ നമുക്ക് വന്നുവിടാം. അതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്യുന്ന അവസരത്തിൽ ഏറ്റവും പൂർണ്ണമായി ഒരു വീഴ്ചയും വരാതെ
ചെയ്തു എന്ന് സമാധാനിക്കാൻ നമുക്ക് സാധിക്കണം. പലരും സർക്കാർ ഗ്രൂപ്പിൽ പോകും, നേരത്തെ പറഞ്ഞ പോലെ കേടുണ്ടാവില്ല, സ്വന്തം പഠിച്ചിട്ടുണ്ടാവില്ല, എന്നിട്ട് പോയി വന്നിട്ട് പറയും ഒരു റാഹത്തായില്ല, പോയത് റാഹത്തായില്ല, ഇനിയൊന്ന് പോകണം. അപ്യാവശ്യങ്ങൾ എന്തിനാ പോയത്? അത് പോയി, പക്ഷേ അത്ര കൃത്യമായി ചെയ്യാൻ പറ്റില്ല, പല അബദ്ധങ്ങളും പറ്റി. നേരത്തെ പറഞ്ഞാൽ സ്വന്തം പഠിച്ചില്ല, തിരുത്താൻ പറ്റുന്നവരെ പഠിപ്പിക്കാൻ പറ്റുന്നവരെ ഗ്രൂപ്പിലില്ല. അപ്പൊ പിന്നെ ആളുകൾ പോകും, അറബി ചോദിക്കാൻ അറിയില്ല, ഇംഗ്ലീഷ് അറിയാത്തവർ, ഇനി ഇംഗ്ലീഷ് അറിഞ്ഞാൽ അവിടെ എല്ലാവരും കിട്ടിക്കണമെന്നില്ല. അങ്ങനെ കൃത്യമായി ചെയ്യാതെ പല അബദ്ധങ്ങളും സംഭവിച്ച് പലതിനാൽ ഭീമാബദ്ധങ്ങൾ സംഭവിച്ച ആളുകളുണ്ട്. അപ്പൊ പിന്നീട് പോകാൻ അയാൾ കാത്തു നിൽക്കുന്നു. അപ്പൊ ഈ ഒരു നഷ്ടബോധം നമുക്കില്ലാതിരിക്കാൻ ഒരൊറ്റ ചാൻസിൽ ഏറ്റവും കൃത്യമായ നിലക്ക് നമ്മൾ അത് പഠിക്കണം. പിന്നെ ദിക്ർ ദുആ എന്നൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, നമസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ തശഹ്ഹുദുണ്ട്, നബിയുടെ പേരിൽ സ്വലാത്തുണ്ട്. അത് സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചു എന്നാണ് ഹദീസുകൾ കാണുന്നത്. വ്യത്യസ്ത രീതികൾ അതിലുണ്ട്, ചെറിയ ചെറിയ മാറ്റത്തോടു കൂടി. അസ്സലാത്തുൽ ഇബ്രാഹിമിയ്യ, ഇബ്രാഹിമി സലാത്ത് എന്നാണ് അത് അറിയപ്പെടുന്നത്. കാരണം ഇബ്രാഹിം നബിന്റെ പേരിൽ സലാത്ത് ഉണ്ട്, അതുകൊണ്ടാണ് സലാത്തുൽ ഇബ്രാഹിമിയ്യ. സലാത്ത് മുഹമ്മദിയ എന്നല്ല, അസ്സലാത്തുൽ ഇബ്രാഹിമിയ്യ, ഇബ്രാഹിമി സലാത്ത്. ഈ സലാത്തിന്റെ അത്ര അതിന്റെ പകുതി പോലും ഹജ്ജിനോ ഉംറക്കോ ആയി പ്രത്യേകം നമ്മൾ പഠിക്കേണ്ടതില്ല. തശഹുദും തഹിയ്യാത്തൊക്കെ നമ്മൾ പഠിച്ചില്ലേ, സലാത്ത് പഠിച്ചില്ലേ, പിന്നെന്തുകൊണ്ട് ഹജ്ജിലും ഉംറയുമുള്ള ഈ ചെറിയ കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല? അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ അതിലപ്പുറം നമുക്ക് ബേജാറെന്താ? നേരത്തെ പറഞ്ഞ പോലെ ഒരടിസ്ഥാനവുമില്ലാത്ത ഗ്രന്ഥങ്ങളിൽ ആരോ ഉണ്ടാക്കിയ, നബി പറഞ്ഞതുപോലും അല്ലാത്ത പ്രാർത്ഥനകളും ദിക്റുകളും ഒക്കെ എഴുതിക്കൂട്ടി അതിന്റെ എണ്ണങ്ങൾ പെരുപ്പിച്ച് അങ്ങനെ ആളുകളെ വേണ്ടാത്തത് പഠിപ്പിച്ച് 100 കണക്കിന് പേജുകൾ എഴുതിയുണ്ടാക്കി. ചില സ്ഥലത്ത് ഹജ്ജ് ക്ലാസ്, എന്റെ നാട്ടിൽ ഹജ്ജ് ക്ലാസ് ഒക്കെ 8 ദിവസമാണ് ഹജ്ജ് ക്ലാസ്. 8 ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഒരാഴ്ച 5 ദിവസം നടത്തുന്ന ക്ലാസ്സുകളുണ്ട്. 2 ദിവസം പൂർണ്ണമായി നീണ്ടു നിൽക്കുന്ന ഹജ്ജ് ക്യാമ്പുകളുണ്ട്. എന്താവരൊക്കെ ജനങ്ങളോട് പറയുന്നത്? എന്താണ് ഇത്ര നബി പഠിപ്പിച്ചത്? അതിലൊക്കെ പഠിപ്പിക്കുന്നത് അധികവും നബി പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ വായിക്കാൻ കേൾക്കും ഇപ്പൊ ബേജാറായ മനുഷ്യന്മാർക്ക്, സാധുക്കളായ മനുഷ്യന്മാർ, ആണും പെണ്ണും ഇതൊക്കെ പഠിക്കാൻ കഴിയോ? ഇതൊക്കെ എങ്ങനെ ചെയ്തുണ്ടാക്കും? അതിനാ ഞാൻ പറഞ്ഞത് ആകത്രേ ഉള്ളൂ. ഇതിൽ തന്നെ 174 വിധേയത്തർക്ക് ഈ കാണുന്ന പേജുള്ളൂ. അപ്പോ അതെങ്കിലും നമ്മൾ കൃത്യമായി പഠിക്കണം. 11ാമത്തെ കാര്യം ഇഖ്ലാസ്. അതായത് ഏതൊരു കാര്യത്തിനും ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? നമ്മൾ മലയാളത്തിൽ ആത്മാർത്ഥത എന്ന് പറയും. ആ ആത്മാർത്ഥതയല്ല ഇബാദത്തുമായി ബന്ധപ്പെട്ട് ഇഖ്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖുർആനിലെ ആയത്തുകൾ പരിശോധിക്കാം, ഹദീസ് പരിശോധിക്കാം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത എന്നാണ് അർത്ഥം. നിഷ്കളങ്കത, കലർപ്പ് ഇല്ലാതിരിക്കുക, കളങ്കം ഇല്ലാതിരിക്കുക. എന്താണ് കളങ്കമില്ലാത്തത്? ശിർക്കില്ലാതിരിക്കുക, ആളുകളെ കാണിക്കുക, ആളുകൾ കേൾക്കണം അറിയണം എന്ന റിയാ, സുംഅത്ത്, ശുഹ്റത്ത് ഇതൊന്നും ഇല്ലാതിരിക്കുക. അതായത് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം ഏതൊരു അമലും. ഹജ്ജ് പ്രത്യേകിച്ച്, ഉംറ പ്രത്യേകിച്ച്. കാരണം എന്താണ്? അതിനാണ് നമ്മൾ പോകുന്നത്, അതായിരിക്കണം നമ്മൾ ലക്ഷ്യം. വേറെ ഒരു ലക്ഷ്യം നമുക്കില്ല. അപ്പൊ അള്ളാഹുവിനെ ഉദ്ദേശിച്ചു കൊണ്ടുപോകണം. സൂറത്തുൽ മാഇദയിലെ 2ാമത്തെ ആയത്തിൽ, അല്പം നീണ്ട ഒരായത്തിൽ നമുക്ക് കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹില്ലു ശആയിറല്ലാഹി വല ശഹറൽ ഹറാമ വലൽ ഹദിയ വലൽ ഖലായിദ വലാ ആമീനൽ ബൈത്തൽ ഹറാമ യബ്തഗൂന ഫദ്ലൻ മിർ റബ്ബിഹിം വരിദ്വാന. എന്താണ് ഹാജിയുടെ, ഉംറക്കാരന്റെ ലക്ഷ്യം? വല ആമീനൽ ബൈത്തൽ ഹറാമ, നിങ്ങൾ കളങ്കപ്പെടുത്തരുത്. ജനങ്ങളുടെ കൽപ്പനയാണ്, നിങ്ങൾ കളങ്കപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ പവിത്രതയുള്ള ആളുകളാണ് ഹജ്ജും ഉംറയും ചെയ്യുന്ന ആളുകൾ. അവരുടെ പവിത്രതയെ നിങ്ങൾ കളങ്കപ്പെടുത്താൻ പാടില്ല. എന്തുകൊണ്ട്? യബ്തഗൂന ഫദ്ലൻ മിർ റബ്ബിഹിം വരിദ്വാന. നമുക്കുണ്ടാകേണ്ട ലക്ഷ്യം അതാണ്. ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോ യബ്തഗൂന ഫദ്ലൻ മിർ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിന്ന് ഫദ്ല് ആഗ്രഹിക്കുന്ന ആളുകളാണ്. എന്താ ഫദ്ല്? അള്ളാഹുവിന്റെ പ്രതിഫലം, പാപമോചനം, പശ്ചാത്താപം സ്വീകരിക്കൽ, അതുപോലെ തന്നെ അള്ളാഹുവിലേക്കുള്ള നമ്മുടെ മടക്കത്തെ, ആ തേട്ടത്തെ സ്വീകരിക്കപ്പെടൽ, നമ്മുടെ അമല് സ്വീകരിക്കപ്പെടൽ, അത് മുഖേന നബിയും അള്ളാഹുവും വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രതിഫലം ലഭിക്കൽ, ഇതൊക്കെ കിട്ടണം. ഇതെല്ലാം ഫളലാണ്. നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടണം. അതുപോലെ തന്നെ അവിടെ പോയിട്ട് കച്ചവടം ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റുന്ന ആൾ കച്ചവടം ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. കച്ചവടം ആകരുത് ലക്ഷ്യം. പക്ഷെ പോകുമ്പോൾ കച്ചവടം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അത് അള്ളാഹു അനുവദിച്ചതാണ്. പക്ഷെ ലക്ഷ്യം കച്ചവടമാകാൻ പാടില്ല. പിന്നെ റിദ്വാനൻ, തൃപ്തി. ആരുടെ തൃപ്തി? ജനങ്ങളുടെ തൃപ്തിയല്ല, അള്ളാഹുവിന്റെ തൃപ്തി. അപ്പൊ ചുരുക്കത്തിൽ അള്ളാഹുവിൽ നിന്ന് ഉള്ള ഫളലും അള്ളാഹുവിന്റെ ഔദാര്യവും അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുക. വിശുദ്ധ ഖുർആനിൽ സ്വർഗവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് കാണാം, അള്ളാഹുവിന്റെ തൃപ്തി അതാകുന്നു അക്ബർ.
സ്വർഗത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം അള്ളാഹുവിന്റെ തൃപ്തിയാണ്. ആ തൃപ്തിയുടെ ഭാഗമാണ് സ്വർഗത്തിൽ കള്ളുണ്ട്, പെണ്ണുണ്ട്, ഭർത്താവുണ്ട്, തേനുണ്ട്, പാലിന്റെ നദിയുണ്ട്, ശുദ്ധ നദിയുണ്ട്, ഇഷ്ടമുള്ളത് ഭക്ഷിക്കാൻ കിട്ടും, ആഗ്രഹിക്കുന്നത് ലഭിക്കും, ഒക്കെ കിട്ടും. ഇതിനേക്കാളൊക്കെ കള്ളും തേനും പാലിനേക്കാളും വലുത് എന്താണ്? മേലോട്ട് നോക്കിയാൽ അള്ളാഹു പ്രത്യക്ഷപ്പെടുന്നു, അത് കാണാൻ സാധിക്കുക എന്നതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഭൂതി. ആ അനുഭൂതി റിദ്വാനാണ്, തൃപ്തിയാണ്. അള്ളാഹു നമ്മെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചും തൃപ്തിയാണ്. ആ തൃപ്തി തേടിക്കൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. ഇതുകൊണ്ട് ഹജ്ജിനും ഉംറക്കും അള്ളാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യം വെച്ച് പോകുന്ന ആളുകളെ അവർ പവിത്രതയുള്ളവരാണ്, ആ പവിത്രത നിങ്ങൾ കളങ്കപ്പെടുത്തരുത് എന്ന് മറ്റുള്ളവരോട്, സത്യവിശ്വാസികളോടുള്ള അള്ളാഹുവിന്റെ കൽപ്പനയാണ്. വേറെയും ചിലത് അതിന്റെ മുമ്പ് പറയുന്നുണ്ട്. ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് മാത്രമേ ഇപ്പൊ സൂചിപ്പിക്കുന്നുള്ളൂ. അപ്പോ നമ്മൾ ഈ ആളുകളാണ്, പവിത്രതയുള്ള ഹുർമത്തുള്ള ആളുകളാണ്. അത് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്, ഫളുലും റിദ്വാനും തേടിയാണ് നമ്മൾ പോകുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ റിയാ ഇല്ലാതെ, ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, കലർപ്പില്ലാതെ ശുദ്ധമായി നിർവഹിക്കാൻ സാധിക്കണം. ഇപ്പൊ അറബിയിൽ പാക്കറ്റിന്റെ ഒക്കെ മുകളിൽ കാണാം, നമ്മുടെ നാട്ടിലുണ്ട് ഖാലിസ് എന്ന് എഴുതിയിട്ടുണ്ടാവും, ഇംഗ്ലീഷിൽ പ്യൂർ എന്ന് എഴുതിയിട്ടുണ്ടാവും. പ്യൂർ മിൽക്ക്, ലബൻ ഖാലിസ്, ഹലീബ് ഖാലിസ്. പാലിന് ഇപ്പൊ ലബൻ ഉപയോഗിക്കാല്ല, ഖുറാനിൽ ഉപയോഗിച്ച ലബനാണ്. ഗൾഫിൽ ഹലീബ് കറന്നെടുത്തത്, അതാണ് പാലിന് മിൽക്കിന് ഉപയോഗിക്കാം. ഹലീബ് ഖാലിസ്, സമൻ ഖാലിസ്, എല്ലാത്തിനും മുകളിലും കാണാം പ്യൂറായ. പ്യൂർ എന്ന് പറഞ്ഞാൽ എന്താ? മായം ചേർന്നിട്ടില്ല. അപ്പൊ അമല് ഖാലിസ് ആവുക എന്ന് പറഞ്ഞ അർത്ഥം മായം കലരാത്തത്. എന്താണ് മായം? അള്ളാഹുവും റസൂലും പഠിപ്പിക്കത്തല്ലാത്ത കാര്യങ്ങൾ. ആ മായം കൂടിക്കലരാത്ത നിലക്ക് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ആയിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ. ചില ആളുകൾക്ക് അവിടെ ചെല്ലുമ്പോ എനിക്ക് അവിടെയുള്ള ടൂറുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ കാണണം, അത് എന്റെ ഒരു മുഖ്യ ലക്ഷ്യമാണ്. ഇത് പറയുന്നവരുണ്ട്. അവിടെ ചെന്ന് ഞാൻ എന്റെ ഗ്രൂപ്പിൽ വന്നതല്ലാത്ത എന്റെ അടുത്ത പ്രദേശത്തുകാരനായ അറബി പഠിച്ച, അറബി അധ്യാപകനായ, റിട്ടയർ ചെയ്ത ഒരാൾ കണ്ടു, അവിടെ വെച്ച് കണ്ടുമുട്ടി. അപ്പൊ അയാൾ ആദ്യം പറഞ്ഞറിയാം, എനിക്ക് ഇവിടെയുള്ള മ്യൂസിയങ്ങളൊക്കെ കാണണം, അതിനാണ് ഞാൻ ഇപ്രാവശ്യം പോകുന്നത്. അപ്പൊ അതിന്റെ മുമ്പ് അയാൾ വന്നിട്ടുണ്ട്. ഈ ഇപ്രാവശ്യത്തെ ലക്ഷ്യം അയാൾക്ക് മക്കയിലും മദീനയിലും ഒക്കെയുള്ള പഴയ രാജാക്കന്മാരുടെ ഹറമിന്റെ ഒക്കെ മ്യൂസിയങ്ങൾ വേറെ വേറെ അവിടെ ഉണ്ട്, മ്യൂസിയം കാണണം. വേറെ ചില ആളുകൾക്ക് ചരിത്ര സ്ഥലങ്ങൾ കാണണം. വേറെ ചില ആളുകൾക്ക് ഷോപ്പിംഗ് നടത്തണം. ജിദ്ദയിലും മക്കയിലും അതൊക്കെ തെണ്ടിപ്പിടിച്ച് ഇവിടെ ഒന്നും കിട്ടാത്ത മാതിരി തോന്നും. എല്ലാ മാളിലും കീറിയിറങ്ങി സാധനം വാങ്ങാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ലക്ഷ്യം അതാകരുത്. അതുപോലെ ജിദ്ദയിൽ അളിയാക്കയുണ്ട്, അളിയനുണ്ട്, പുതിയാപ്പിളയുണ്ട്, അമ്മോശനുണ്ട്, കെട്ടിയോനുണ്ട്, കെട്ടിയോളുണ്ട്, മറ്റോണ്ട് ബനുണ്ട്. ചില ആളുടെ ലക്ഷ്യം ഉംറ കഴിഞ്ഞിട്ട് അന്നേരണ്ടല്ലോ പോകണം ജിദ്ദയിലേക്ക്. ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് ആക്കം പോലെ പോകാം, എന്നാലും നട്ടാണ്. ഇവിടെ കിട്ടുന്ന 1 ലക്ഷം പ്രതിഫലം മക്കത്തിന്റെ പ്രതിഫലം ജിദ്ദയിൽ പോയി കിട്ടൂല. അതൊന്നും വേണ്ടിവരില്ല. കഴിഞ്ഞാ പിന്നെ അവിടെ പോയി താമസിക്കുക, കുഴപ്പമൊന്നുമില്ല ഇതിന്. പക്ഷെ അതാകരുത് ലക്ഷ്യം. പോണന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ലക്ഷ്യം അതാകരുത്. കണ്ടിട്ട് കുറെ കാലമായ ആളുകളുണ്ട്, ഓലക്കൊന്ന് കാണണം. ഈ ഒരു ലക്ഷ്യം നമുക്കുണ്ടാകും. ലക്ഷ്യം മുകളിൽ പറഞ്ഞ ഫളുലും റിദ്വാനും ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഇത്തരം ലക്ഷ്യങ്ങളില്ലാതെ ലക്ഷ്യം ഹജ്ജും ഉംറയും കൂട്ടത്തിൽ ഇതൊക്കെ ആഗ്രഹിക്കാം, പറ്റുമെങ്കിൽ നടപ്പിലാക്കാം, അത് വിലക്കപ്പെട്ടതല്ല. 11ാമത്തേത് യാത്രയിൽ നമ്മൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ. യാത്രയിൽ ലഗേജ് ഉണ്ടാക്കണം, പക്ഷെ ഏറ്റവും സുഖകരമായ യാത്ര ഏതാ? ഏറ്റവും കുറഞ്ഞ ലഗേജ് ഉള്ള യാത്ര. ഇവിടുന്ന് 40 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരില്ല, 30 ദിവസം തിരിച്ചു വരുള്ളൂ. ഉംറയാണെങ്കിൽ 14 ദിവസം, 13 രാത്രി അവിടെയും എന്നാണ് കണക്ക്. മക്കത്ത് മതിയും കൂടി 13 രാത്രി താമസിക്കാൻ കിട്ടുക. അതാണ് സ്വകാര്യ ഗ്രൂപ്പിന്റെ കണക്ക്. ഈ ദിവസത്തേക്ക് ദിവസം ഡ്രസ്സ് മാറ്റുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ 14 ജോഡി. പിന്നെ ഹജ്ജിന് വന്നാൽ ഒരു ചാക്കല പെട്ടിക്ക് ഒന്നായിട്ട് കൊണ്ടുപോവുക. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അവിടെ അലക്കാൻ സൗകര്യമുണ്ട്. അലക്ക് പിന്നെ റൂമിൽ വെച്ചേക്കാം. നിങ്ങൾ വലിയ തിരുമ്പാനുള്ള തറയും കല്ലും നോക്കി എറിഞ്ഞാൽ കാണൂല. വാഷിംഗ് മെഷീൻ കിട്ടൂല. പുറത്ത് പൈസ കൊടുത്താൽ അലക്കാം. പക്ഷെ ഒരു ബനിയൻ അലക്കി തേച്ച് കിട്ടുന്ന പൈസ കൊണ്ട് 2 ബനിയൻ റോട്ടിൽ നിന്ന് വാങ്ങാം. മനസ്സിലായില്ലേ? അപ്പോ മഹസല ലൗണ്ടറി പോയിട്ട് അലക്കുന്നതിനേക്കാൾ എളുപ്പം റൂമിൽ വെച്ച് അലക്കലാണ്. ഇവിടുത്തെ മാതിരി മണ്ണും ചളി ഉണ്ടാവില്ല. ഇവിടെ അനങ്ങിയ വേർക്കും. അവിടെ കൊടും ചൂടാണെങ്കിലും വേർക്കൂല. റുത്തുബ ഹ്യൂമിഡിറ്റി ഉള്ള ദിവസം വേർക്കും. അത് അപൂർവം ദിവസങ്ങളിൽ ഉണ്ടാവും ചൂടാലത്താണെങ്കിൽ. അല്ലെങ്കിൽ നല്ല ചൂടുണ്ടാവും, പക്ഷെ വേർപ്പുണ്ടാവില്ല. വേർപ്പ് കാലത്ത് പോലും 2ഉം 3ഉം ദിവസം ഒരേ ഡ്രസ് ഇടാം, ഒരു മണമില്ല. നമ്മളെ മണപ്പിക്കാൻ ആരും വരുന്നില്ല. വേർപ്പുണ്ടെങ്കിൽ മാറ്റണം, വേറെല്ലാം ദ്രോഹം ഉണ്ടാകരുത്, മലക്കും ദ്രോഹം ഉണ്ടാകരുത്. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് അവിടെ അല്ല. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ഡ്രസ്സുകൾ മതി. അപ്പൊ കുറെ പാണ്ടക്കെട്ട് വേണ്ട അർത്ഥം. ഒരു 3 ജോഡി അതിങ്ങനെ മാറ്റി മാറ്റി അലക്കിടാം. അലക്ക അവിടെ തന്നെ തൂക്ക. അല്ലെങ്കിൽ ഏത് ബിൽഡിങ്ങിലും മോള് ടെറസ് കയറിയാൽ അവിടെ മലയാളികൾ കയറ് കൊണ്ടേ കെട്ടിയിട്ടുണ്ടാവും. അതിന്റെ മുകളിൽ നമ്മളിത് ക്ലിപ്പ് ഉണ്ടായാൽ മതി. ഇവിടുന്ന് പോകുമ്പോൾ 1 ഡസൻ 2 ഡസൻ ക്ലിപ്പ് കൊണ്ടുപോകുക. അതിൽ ഇങ്ങനെ കുത്തിയിടുക. കാരണം അത് കാറ്റടിച്ച് പറഞ്ഞാൽ അപ്പുറത്തെ ചാടിപ്പോകും. അതിന് ക്ലിപ്പ് ആയി കൊളുത്തിടുക.
പിന്നെ ഒരു കയറ് വേണം കൈ പിടിക്കാം. എന്തിനാ? അയല് കെട്ടാൻ, റൂം കെട്ടാൻ പറ്റും ചിലപ്പോ. പിന്നെ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ഒരു സൗകര്യമുണ്ട്. സർക്കാർ ഗ്രൂപ്പ് പോകുമ്പോ അവിടെ മഹറം ഒന്നും നോക്കൂല. ഒരു റൂമിൽ 4 ആൾ അല്ലെങ്കിൽ 6 പേർ, 3 ആണ് 3 പെണ്ണ്, ഒരു പരിചയമില്ലാത്ത അന്യ നാട്ടുകാരൻ. ഇടയ്ക്ക് മറല്ല, കർട്ടനില്ല, ബോർഡില്ല, ഒരു സാധനവുമില്ല, ഒരൊറ്റ ബാത്റൂം. അവിടെയാണ് 3 അന്യ അല്ലെങ്കിൽ 2 അന്യ പുരുഷൻ 2 സ്ത്രീയും താമസിക്കുന്നത്, 2 ഭാര്യ ഭർത്താക്കന്മാർ. ഇവിടെ നട്ടു പോകാൻ പറ്റുമോ? വേറെ റൂമും കിട്ടൂല. സർക്കാർ അനുവദിക്കും. ഇവിടുന്ന് നമ്മളെ ഇന്ത്യ ഗവൺമെന്റ് ഏറ്റെടുത്ത് അവരാണ് ഇത് വീതിച്ചെടുക്കുന്നത്. സൗദി ഗവൺമെന്റ് കുറ്റം തരില്ല. ഇന്ത്യ ഗവൺമെന്റ് വീതിച്ചിരുന്നാൽ അപ്പൊ അവിടെ കിടന്നുറങ്ങിക്കൊള്ളാം. അന്യാണ് പെണ്ണും കിടന്നുറങ്ങുമ്പോൾ ആരെങ്കിലും പാന്റ് ഷർട്ടും പർദ്ദയൊക്കെ ഇട്ട് നിക്കാൻ പോയിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ? അപ്പൊ കിടക്കേണ്ടി വരും. അപ്പൊ അതിനുള്ള വഴി എന്താ? ഒരു കുറച്ച് നീളമുള്ള കയർ കൈ പിടിച്ചോളൂ. 1/2 കിലോ കയർ കൊണ്ടാലും വലിയ പൈസ ഒന്നും വരില്ല, വലിയ കനവും വരില്ല. നീളത്തിൽ ജനൽമലോ അല്ലെങ്കിൽ 2 ആണിയോ ഒരു ഹാമറോ ഒക്കെ കയ്യിൽ ബാഗിൽ ലഗേജിൽ ഇട്ടാലൊന്നും ആരും തടയില്ല. അവിടെ കൊണ്ടിട്ട് നമുക്ക് ആണി അടിക്കാം, അല്ലെങ്കിൽ അവിടെ കെട്ടാം. ഒരു കയറ് കെട്ടി ഇവിടുന്ന് പോകുമ്പോൾ 2 ബെഡ്ഷീറ്റോ നേർമ ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ ഇതുമേൽ ഇങ്ങനെ തൂക്കിയിടുക. അപ്പൊ ഒരു ഫാമിലിക്ക് അപ്പുറം കിടക്കാം, ഒരു ഫാമിലിക്ക് ഇപ്പുറം കിടക്കാം. ഒന്നും വേണമെങ്കിൽ ഇങ്ങനെയും കെട്ടുക. അപ്പുറത്തൂടി പോണവർക്ക് പോകാം. ബാത്റൂം ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പം മറയായി സുഖമായി കിടക്കാം. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അവസ്ഥ. പോയവരോട് ചോദിച്ചാലും അറിയാം. അപ്പൊ അതിന് ഒരു കയറും 2 ആണിയും വേണമെങ്കിൽ ഒരു ഹാമറും ഒക്കെ കയ്യിൽ വെക്കാം. പിന്നെ യാത്രക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ, അതായത് മരുന്നുകൾ, പിന്നെ ഹാങ്കർ കയ്യിൽ പിടിച്ചാൽ നല്ലതാണ്. റൂമിൽ 3 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലാണെങ്കിൽ അതിലൊക്കെ ഉണ്ടാവുക. അല്ലാത്തതിലും സാധാരണഗതിയിൽ ഈ ഹാങ്കറും കുന്തും ഉണ്ടാവില്ല. ഒരു അലമാരിന്റെ ഒരു കൂട് മാത്രം ഉണ്ടാവും. അതിന്റെ അകത്തൊരു വടി പോലും ഉണ്ടാവില്ല കൊളത്തിരാൻ. നമുക്കിത് കൊളത്താതെ ഒരാണി അടിച്ച സ്ഥലം ഉണ്ടാവില്ല, എവിടെയും തൂക്കാൻ കഴിയില്ല. അപ്പൊ എന്താ, ഹാങ്കർ ഉണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ആ വടിമ നമുക്ക് തൂക്കാം. അല്ലെങ്കിൽ കയറ് കെട്ടിയമ്മത്ത് കൊളത്തിരാ നമ്മളെ ഷർട്ട് ഇതൊക്കെ 4-5 ആളുടെ ഇതൊക്കെ തൂക്കിണ്ടേ ഉടുത്ത് അയക്കുന്നതിന്റെ മാറ്റുന്ന സമയത്ത് കൊളത്തിരണല്ലോ. അപ്പൊ അതിന് ഉപയോഗപ്പെടുത്താം. അതല്ലെങ്കിൽ അവിടെ കിട്ടും 5 റിയാലിനൊക്കെ വാതിലിന്റെ മുകളിൽ ഇങ്ങനെ വെക്കാൻ പറ്റിയ സാധനം. അങ്ങനെ വെച്ചാൽ മതി. ഒരു കൊളത്തുണ്ടാവും അവിടെ. ആണിയൊന്നും അടിക്കണ്ട. പല റൂമിലും അതിമ കൊളത്തിയാൻ നിൽക്കും. വാതിൽ 4 അടിയും ചെയ്യും. അപ്പൊ അതില് 10-12 തൂക്കാനുള്ള സൗകര്യം കിട്ടും. ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല, ഗൾഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്. 5 റിയാൽ എടുത്താൽ കിട്ടും. അപ്പൊ അത് അങ്ങനത്തെ സാധനങ്ങൾ. അല്ലെങ്കിൽ ലാംഗ്രായി പിടിക്കാം. പിന്നെ ഷേവിംഗ് സെറ്റ്. എന്തിനാ? മീശ വെട്ടാൻ, താടി അടിക്കാനല്ല. പിന്നെ നഖം വെട്ടി, അതുപോലെ തന്നെ ഒരു പെണ്ണ്, കുറച്ച് കടലാസ് വേണമെങ്കിൽ. പിന്നെ വിരിപ്പ്, പുതപ്പ് കൊണ്ടുപോകേണ്ടതില്ല. പുതപ്പിന് ആവശ്യമില്ല. AC റൂമായിരിക്കും. അവിടെ ബ്ലാങ്കറ്റ് ഹോട്ടൽ വക ഉണ്ടാവും. ബ്ലാങ്കറ്റ് ഒക്കെ കൊണ്ടുപോകുന്ന ആൾക്കുണ്ട്, വേണ്ട. പുതപ്പ് വേണ്ട ആവശ്യമില്ല. ഒരു വിരിപ്പുണ്ടായാൽ മതി. പിന്നെ ഒരു അറഫയിലും മുസ്ദലിഫയിൽ കിടന്നുറങ്ങുമ്പോഴും ഉപയോഗിക്കാൻ ഒരു നമ്മളെ എയറടിച്ച് അല്ലെങ്കിൽ ഊതി വീർപ്പിക്കാവുന്ന ഒരു തലയണ. ഇപ്പൊ പണ്ടത്തെ മാതിരിയല്ല. കുറച്ചു കൊല്ലം മുതൽ അവിടെ ഓരോ ഹാജിക്കും ഓരോ തലയണയും മറ്റേ കോസടിയൊക്കെ അതൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. അതുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം. ഇല്ലെങ്കിൽ ഒന്ന് കയ്യിൽ വെച്ചാൽ നല്ലതാണ്. അത് യാത്രയിൽ ഉപകാരപ്പെടും. പിന്നെ കണ്ണട ഉപയോഗിക്കുന്ന ആളുകൾ കണ്ണട, ഒരു സൂചി നൂല്, അത്യാവശ്യം എവിടെങ്കിലും ഒന്ന് പൊട്ടിയാൽ തുന്നാൻ, ഒരു കുടുക്കെങ്കിലും വെക്കാൻ, ചെറിയൊരു കത്തി. അന്ന് കിട്ടായിട്ടല്ല, ഒരു ചെറിയ കത്തി ഹാൻഡ് ബാഗിൽ വെക്കരുത്. ലഗേജിൽ ഇട്ടാൽ പോണ വഴിക്കോ അവിടെ എത്തിയിട്ടോ. ഇവിടെ കിട്ടണേക്കാൾ ചുരുങ്ങിയ വിലക്ക് 5 റിയാലിന് 10 റിയാലിനൊക്കെ 1 കിലോ ആപ്പിള്, മുന്തിരി, പത്തക്ക, 10 റിയാലിന് ഒരു പെട്ടി കാരക്കൊക്കെ കിട്ടും. 2 കിലോ 3 കിലോ ഒക്കെ. റൊത്തപ്പൊക്കെ ഇപ്പൊ പോണത്, റൊത്തപ്പ് വരാൻ പോണ സമയമാണ്, സീസണിലൊക്കെ പോണത് ഹജ്ജിന്. അപ്പോ ചുരുങ്ങിയ വിലക്ക് റോട്ടുമിൽ വണ്ടിയിലൊക്കെ വെക്കണൊക്കെ ഉണ്ടാവും. ഈ ഫ്രൂട്ട്സ് ഒക്കെ മുറിക്കാൻ ഒരു കത്തി വാങ്ങാൻ പോണ്ട, തെരഞ്ഞെടുക്കണ്ട. യാത്ര ഉപയോഗപ്പെടും. പിന്നെ മുടക്ക് കുറഞ്ഞ സാധനങ്ങളാണ്. ഒരു പെണ്ണും കടലാസും എന്തൊക്കെ എഴുതാനെ കുറിക്കാനുണ്ടെങ്കിൽ. പിന്നെ ഒരു ഖുർആൻ, ഹറമിൽ ഓതാൻ ഖുർആൻ ഉണ്ടാവും. അവിടെ ചെന്നാൽ ഹറമിന്റെ പുറത്ത് 81, 82, 83, 84 ഗേറ്റിന്റെ അടിയിലേക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയാൽ അവിടെ നിന്ന് പോയി ഇടതുവശത്തോട്ട് നടന്നാൽ പിന്നെ ഇടത്തേക്ക് തിരിഞ്ഞാൽ അവിടെ ഫ്രീ ആയിട്ട് ഖുർആൻ വിതരണം ചെയ്യുന്ന സ്ഥലമുണ്ട്. എല്ലാ ആളുകൾക്കും ഒരു മുസാഫ് ഫ്രീ കിട്ടും. രാവിലെ മുതൽ ഏതാണ്ട് ളുഹ്ർ വരെ 9 മണിക്കത്തെ തുറക്കുള്ളതായി തോന്നുന്നത്. 81, 82, 83 നമ്പർ വാതിൽ മക്കത്തെ ഹറമിന്റെ അതിന്റെ അടിയിൽ ഇറങ്ങുക അണ്ടർഗ്രൗണ്ടിലേക്ക്. എന്നിട്ട് അടുത്ത് അങ്ങനെ ആൾക്കാർ വരിക്കലാണ്. ഒരു മുസാഫ് വെറുതെ കിട്ടും. അതുവരെ ഓതണമെങ്കിൽ ഞാൻ കിട്ടിയില്ലായിരിക്കാം. അപ്പൊ ഒരു മുസാഫ് കയ്യിലുണ്ടാകാൻ മൊബൈൽ ഉണ്ടാക്കാൻ സൗകര്യം അത് നോക്കി അറിയാനാണെങ്കിൽ ഖുർആൻ കയ്യിലുണ്ടെങ്കിൽ നന്ന്. അതുപോലെ തന്നെ ഹജ്ജ്, ഉംറ പുസ്തകങ്ങൾ, പ്രാർത്ഥന പുസ്തകങ്ങൾ ഇതൊക്കെ കയ്യിൽ പിടിക്കുക. പിന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഒരു സഞ്ചി കയ്യിലുണ്ടാവുക. ഇവിടുന്ന് കൊണ്ടുപോകുന്ന പെട്ടിയും ബാഗിന്റെ ഒക്കെ പുറമെ ഒരു സഞ്ചി തന്നാൽ. പിന്നെ ഈ കുട്ടികളൊക്കെ പണ്ട് ഇപ്പോഴും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഈ നമ്മുടെ നാട്ടിൽ ഇന്ത്യക്കാരായ പണിക്കാര് രാവിലെ പണിക്കും വേണ്ടിയിൽ തോള് സാധനം പെട്ടെന്ന് മനസ്സിലാവും. ഇങ്ങനെ 2 കയറുണ്ടാവും. ഇങ്ങനെ കൈമലാക്കിയിട്ട് കയറ് തോളിലിടുക, ബാഗ് പുറത്തേക്ക് തൂക്കിയിട്ടുണ്ടാവും. ചെറിയ പൈസക്ക് കയ്യിൽ വളരെ കനം കുറഞ്ഞ കട്ടില്ലാത്ത ചുരുട്ടി പിടിക്കാവുന്നത് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ തുന്നിച്ചാൽ മതി. അങ്ങനെ ഒരു കീസ്. ഇതെന്തിനാന്ന് ചോദിച്ചാൽ, ഹറമിലെത്തിയാൽ നമ്മൾ തവാഫിന് ഹറമിലേക്ക് പോകുമ്പോ ബാക്കിയുള്ള സാധനങ്ങൾ റൂമിൽ വെക്കും. വലിയ ബാഗ് കൊണ്ടുവെക്കാൻ പ്രയാസമാണ്. ചെരുപ്പ് പുറത്ത് വെച്ചാൽ
ഉറപ്പുള്ളൊരു കാര്യമാണ്, ഇറങ്ങുമ്പോൾ കിട്ടൂല. എവിടെങ്കിലും വെച്ചാൽ അത് ആരെങ്കിലും തട്ടിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെയും കുറ്റം പറ്റില്ല, ക്ലീനിങ്ങുകാര് അതിങ്ങനെ തട്ടിപ്പോവും, പിന്നെ ഒന്നായി ലോറി കയറ്റി കൊണ്ടുപോകാൻ. അത് പിന്നെ നമുക്ക് റോട്ടിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇവിടെ കൊണ്ടുപോയി തട്ടിയിട്ട് പിന്നെ ആൾക്കാർ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ ഹറമിനുള്ളിൽ കയറിയാൽ അവിടെയൊക്കെ ചെരുപ്പ് വെക്കാനായി ചെറിയ ചെറിയ തട്ടുകളുണ്ട്. അതിന്റെ മുകളിലൊക്കെ നമ്പർ എഴുതിയിട്ടുണ്ടാവും, ഇത്ര നമ്പർ. അപ്പൊ വിചാരിക്കും നമ്പർ ഉണ്ട് 68 ഇവിടെ തന്നെ വെച്ച് അങ്ങനെ വെച്ചിട്ട് പോകും. ഇത് 2-3 തട്ടുണ്ടാവും. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുത്തം തിരികോ, അവിടെ നിർത്തം ഇങ്ങോട്ട് തിരികൂ, 2 ഭാഗത്തും വെക്കാം. അപ്പൊ ഒരുത്തന്റെ ഇപ്പുറം ചാടി ഉണ്ടാവും, മറ്റാണ് മേലെ പുറത്തം കൊണ്ടുപോയിക്കും, ഓനൊന്ന് ഇങ്ങനെ ആക്കി വെക്കും, അപ്പൊ ഒന്ന് ഇപ്പുറം ചാടി. ഇത് നമ്മൾ കാണൂല. അത് നിലത്തൊക്കെ വീണാ പിന്നെ ക്ലീനിങ്ങുകാർ കൊണ്ടുപോയി. ഒന്ന് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ കിട്ടൂല. അല്ലെങ്കിൽ നമ്മൾക്കറിയില്ല ഏത് വാതിൽ കൂടി, 100 ചില്ലാൻ വാതിലുണ്ട് ഹറമിന്, ഏത് വാതിൽ കൂടിയാണ് കയറിയത്, ഏത് ഭാഗത്താണ് ഞാൻ വെച്ചത്, പിന്നെ തിരഞ്ഞെടുക്കണം. ഹറമിലേക്കാണ് കയറുമ്പോ ഈ സഞ്ചി കീശ നിൽക്കുക, അതിലേക്ക് ചെരുപ്പ് ഊരിടുക, പിന്നെ കണ്ണടയിൽ വെക്കാം, പേഴ്സ് വെക്കാം, മൊബൈൽ വെക്കാം. ഇതൊക്കെ കൂടി തോള് തൂക്കിട്ടാൽ ഹറമ കൂടിയിലേ നമുക്ക് പോകാം. ഇതൊരു ശല്യമായി മാറൂല. നിസ്കരിക്കും മണകൽ അയച്ചിട്ട് മുന്നിൽ വെക്കാം. നിസ്കരിക്കും ഹറമിൽ നമ്മളെത്ത് ഇങ്ങോട്ട് ചെരുപ്പ് കൊണ്ടിട്ട് വെച്ചാൻ മറ്റേ ആള് ബാക്കിലുള്ളവൻ മുന്നിലുള്ളവന്റെ ബാക്ക് കൊണ്ടേക്കും, എന്നിട്ട് ഓനെ സൂചിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത്യാധിരിക്കാൻ പറ്റില്ല. ഇതൊന്നും ചെയ്യരുത്, ദ്രോഹാൻ. അപ്പൊ അതിനെ പറ്റി വേണ്ടി എന്താ, കവറിലാണ് നമുക്ക് നമ്മുടെ മുന്നിൽ വെച്ചാൽ മതി. ഇനി കവറില്ലായിരിക്കും, എന്നാലും ചെരുപ്പ് നമ്മുടെ മുന്നിൽ നമ്മൾ വെക്കേണ്ടത്. അപ്പൊ അതിന് ഈ പറയുന്ന ഒരു സഞ്ചി വളരെ അത്യാവശ്യമാണ്. ചിലപ്പോ നിങ്ങൾക്ക് ബാഗ് കിട്ടും, ഇവിടെ നിന്നൊക്കെ അവിടെ ബാഗ് ഉണ്ട്, ആ ബാഗ് നിങ്ങൾക്ക് ഹറമിൽ കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും, അത് കൊണ്ടുനടക്കാൻ പ്രയാസമാണ്. അപ്പൊ അതിലൊക്കെ നല്ലത് യാത്രയിലും പറ്റും ഈ പറഞ്ഞ സഞ്ചി. പിന്നെ 13ാമത്തെ കാര്യം, ഈ വിഷയം ഇവിടെ തീരാൻ. മീശ വെട്ടേണ്ടവൻ മീശ വെട്ടുക, മുടി മുറിക്കേണ്ടവൻ മുടി മുറിക്കുക, നഖം വെട്ടേണ്ടവൻ നഖം വെട്ടുക. പിന്നെ ഗുഹ്യഭാഗത്തുള്ള രോമങ്ങൾ, കച്ചം, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്താക്കിയിട്ടുള്ള അൽ ഫിത്ര, സുനനുൽ ഫിത്ര എന്ന് പറയുന്ന 10 കാര്യങ്ങളിൽ എണ്ണപ്പെട്ട കാര്യങ്ങൾ ഇത് പോകുന്നതിന്റെ മുമ്പ് നിർവഹിക്കുക. ചെയ്തോളം നിർബന്ധമല്ല, പോകുന്നതിന് മുമ്പ് നിർവഹിക്കുക. എല്ലാ കിതാബിലും ഹജ്ജ്, ഉംറ, ഇഹ്റാമിന്റെ ഭാഗമായി ഈ കാര്യങ്ങൾ എഴുതിയത് കാണാം. ഒരു ഹദീസിലും ഹജ്ജിന്റെയോ ഉംറയുടെയോ ഇഹ്റാമിന്റെയോ ഭാഗമായി ഈ കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എന്തുകൊണ്ട് യാത്രന്റെ മുമ്പ് ഇതിവിടെ പറയുന്നു എന്ന് ചോദിച്ചാൽ, എല്ലാ ബുക്കിലും അങ്ങനെ എഴുതി വെച്ചത്, പക്ഷെ ഒരൊറ്റ ഹദീസിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മീഖാത്തിലെത്തിയാൽ ഹജ്ജ് ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം കിട്ടുന്ന സ്ഥലത്ത് അവിടെ പോയാൽ നിങ്ങൾക്ക് കാണാം, ഇപ്പൊ പിന്നെയും കുറെ വൃത്തിയുണ്ട്. ഏത് ബാത്റൂമിൽ കയറിയാലും ടോയ്ലറ്റിൽ കയറിയാലും ബ്ലേഡിന്റെ കടലാസ്, പെട്ടി, ഒഴിവാക്കിയ ഷേവിംഗ് സെറ്റ്, വടിച്ചിട്ട മുടികൾ, അങ്ങനെ അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഇപ്പൊ പിന്നെ കുറെ വൃത്തിയുണ്ട്. അപ്പൊ ആൾക്കാർ ഈ ബുക്കിൽ എഴുതി വെച്ചതനുസരിച്ച് മനസ്സിലാക്കി എന്താ വെച്ചാൽ, ഇഹ്റാം കിട്ടുന്നതിന്റെ മുമ്പ് ചെയ്യേണ്ടതാണ് ഇത്. അവിടെ ചെന്നിട്ട് ഈ പറയുന്ന മുടികളയൽ, നഖം വെട്ടൽ, ഇതൊക്കെ അവിടെ വെച്ച് നിർവഹിക്കുന്നു. ഒരൊറ്റ ഹദീസിലും ഇഹ്റാമിന്റെ ഭാഗമായി ചെയ്യേണ്ടതാണ് ഇത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇനി അങ്ങനെ നമുക്ക് അവിടെ പോയിട്ട് പിന്നെ ഇതിനു വേണ്ടി പൈസ ചെലവാക്കേണ്ട, സമയം ചെലവാക്കേണ്ട. ഇവിടുന്ന് 100 രൂപ എന്തോന്നല്ലേ മുടി വെട്ടാൻ എത്ര ഉണ്ട്. അവിടെ ചെന്നാൽ സീസണില് റമദാൻ, ഹജ്ജ് 10 റിയാൽ 15 റിയാൽ കിട്ടും പോലെ വാങ്ങും. എല്ലാ സമയത്ത് 10 പേശിയാൽ 5-നും 6-നും 7 റിയാലിനൊക്കെ മുടി ഇട്ടും. 7 × 22 എത്രയായി? 144 രൂപ അല്ലേ? ശരിയല്ലേ? അപ്പൊ അത്ര പൈസ വരും ഒരു മുടി വെട്ടാൻ. അല്ലെങ്കിൽ 10 × 22 220-225 രൂപ കൊടുക്കണം ഒരു മുടി വെട്ടാൻ. ഇവിടുന്ന് ചില്ലറ പൈസക്ക് വെട്ടാം. പിന്നെ സൗകര്യമായി. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പോകുന്നതിന് മുമ്പ് നിർവഹിക്കുക. നബി 40 ദിവസത്തെ സമയം ഇതിന് നിശ്ചയിച്ചു. 40 ദിവസത്തിന്റെ ഇടക്ക് ഇപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം ഏതൊരുത്തനും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ഹജ്ജിന്റെയും ഉംറയുടെയും ഭാഗമല്ല. അപ്പൊ ആ ധാരണ തിരുത്തുക. അതുകൊണ്ടാണ് ഇതൊന്നും എയർപോർട്ടിലോ അല്ലെങ്കിൽ മീഖാത്തിലോ വെച്ച് ചെയ്യുന്ന സംഗതിയല്ല. ഇവിടുന്ന് ചെയ്ത് പോയാൽ മതി. എന്നാ പിന്നെ തിരിച്ചു